ഓക്കെ, ഇന്ന് നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണ്? ദശരഥൻ എന്ന ജീവാത്മാവിൻ്റെ 3 റാണിമാർ. ടോപ്പിക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാര്യം വ്യക്തമായിട്ടുണ്ടാവും. ദശരഥനെക്കുറിച്ച് നമ്മൾ 2ാമത്തെ ദിവസം പറഞ്ഞതാണ് അല്ലേ? 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും. ഈ ശരീരമാകുന്ന രാജ്യത്തിൽ സർവകർമ്മേന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ പൂർണ്ണമായും നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് ജീവിക്കുന്ന ആത്മാവാകുന്ന രാജാവിൻ്റെ പേരാണ് ഇത്, ദശരഥൻ. 10 കുതിരകളുടെയും നിയന്ത്രണം എൻ്റെ കയ്യിൽ. അപ്പോൾ എനിക്ക് ഈ കുതിരകളെ നിയന്ത്രിച്ച് ജീവിതം ആകുന്ന യാത്രയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ രാജാവ് ഈ കുതിരകളെ എങ്ങനെയാണ് നിയന്ത്രിക്കണേ? അതാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഈ 3 റാണിമാർ വഴിയാണ്. അവരെ 3 റാണിമാരെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ രാജാവിൻ്റെ 3 മന്ത്രിമാരെന്ന് വേണമെങ്കിൽ പറയാം. ആത്മാവാകുന്ന ഈ രാജാവ് ഈ ശരീരമാകുന്ന രാജ്യഭരണ കാര്യങ്ങൾ എങ്ങനെയാണ് നിർവഹിക്കുന്നത്? അതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നോക്കൂ, ശരീരം എന്ന് പറഞ്ഞാൽ വളരെ സ്ഥൂലം, പ്രകൃതി തത്വങ്ങൾ കൊണ്ടുണ്ടാക്കപ്പെട്ടത് അല്ല, അതിസ്ഥൂലമാണ് അല്ലേ? ഇതിൻ്റെ ഉള്ളിലാണ് ആത്മാവാകുന്ന അലൗകിക പ്രകാശം. ആത്മാവാണെങ്കിലോ അതിസൂക്ഷ്മം, സൂക്ഷ്മാതിസൂക്ഷ്മം, അത്ര സറ്റിൽ എനർജിയാണ്. അപ്പോൾ ഇത്രയും സൂക്ഷ്മാതിസൂക്ഷ്മമായ ആത്മാവാകുന്ന രാജാവിന് ഇത്രയും അതിസ്ഥൂലമായ ഈ ശരീരമാകുന്ന രാജ്യത്തെ വേണം അല്ലേ ഭരിച്ച് മുന്നോട്ട് പോകാൻ, ജീവിതയാത്ര ചെയ്യാൻ, രാമായണം നടത്താൻ, അയനം നടത്താൻ, ജീവിതയാത്ര ചെയ്യാൻ. അപ്പോൾ ഈ സൂക്ഷ്മാതിസൂക്ഷ്മമായ ആത്മാവ് സ്ഥൂലമായ ഈ ശരീരത്തിലേക്ക് ഇടപെടുന്നത് എങ്ങനെയാണ്? അതിന് ആത്മാവാകുന്ന രാജാവിനെ, ദശരഥനെ സഹായിക്കുന്ന 3 മുഖ്യ സൂക്ഷ്മ മന്ത്രിമാരുണ്ട്. ഈ ശരീരത്തിൽ എങ്ങനെയാണോ നമുക്ക് കൈയും കാലും എല്ലാം ഉള്ളത്, ഇത് സ്ഥൂല ഇന്ദ്രിയങ്ങളാണ്. അപ്പോൾ ആത്മാവിൻ്റെ 3 സൂക്ഷ്മ ഇന്ദ്രിയങ്ങളാണ് മനസ്സ്, ബുദ്ധി, സംസ്കാരം. ചിത്രത്തിൽ കാണുന്നില്ലേ? ആത്മാവാകുന്ന ഞാൻ രാജാവാണ്. രാജാവായി എനിക്ക് ഈ ശരീരമാകുന്ന രാജ്യത്തിലെ കാര്യങ്ങൾ നടത്തണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു വസ്തുവിനെ കാണുന്നു, കാഴ്ച. നമ്മൾ പറയില്ലേ, ഞാൻ കണ്ടതാണ്, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ആരെ കണ്ടേ? ഞാൻ കണ്ടു. എങ്ങനെയാണ് പ്രോസസ്സ് നടക്കണേ? ഞാൻ ആരാണ്? ആത്മാവ്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ടാണ് കാണുന്നത്. കാണാൻ സഹായിക്കുന്ന ഉപകരണം കണ്ണാണ്. പക്ഷേ കണ്ണുകൊണ്ട് ഞാനൊരു വസ്തുവിനെ കാണുമ്പോൾ, സയൻസിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ, ഒരു വസ്തുവിനെ നമ്മൾ കാണുന്ന സമയത്ത് ആ വസ്തുവിൽ നിന്നുള്ള റിഫ്ലക്ഷൻ റെറ്റിനയിൽ പതിയും അല്ലേ? ഈ നാഡികൾ ആ മെസ്സേജ് കൊണ്ടുവന്ന് തലച്ചോറിൽ കൊടുക്കും. തലച്ചോറിൽ വരുന്ന മെസ്സേജിനെ മസ്തിഷ്കം പ്രോസസ്സ് ചെയ്യും. ആ പ്രോസസ്സ് ചെയ്യുന്ന മെസ്സേജിനെ ഫീൽ ചെയ്യും. ആരെ ഫീൽ ചെയ്യുന്നത്? നമ്മളെന്താ പറയുക? ഞാൻ കണ്ടു, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു, ഞാൻ കേട്ടു. കാതല്ല കേൾക്കുന്നത്, ഞാൻ. അപ്പോൾ കാഴ്ച, കേൾവി, ഈ ഫീലിംഗ് ആർക്കാണ്? ആത്മാവിനാണ്. പക്ഷേ ആത്മാവ് കാണുന്നു എന്ന ആ ഫീലിംഗ് ആത്മാവിനുണ്ടാകുന്നത് ഏതിലൂടെയാണ്? മനസ്സിലൂടെയാണ്. കാരണം ആത്മാവിന് ഈ ശരീരവുമായിട്ട് ഏറ്റവും അടുത്തിരിക്കുന്ന ഇന്ദ്രിയം, സൂക്ഷ്മ ഇന്ദ്രിയം ആത്മാവിൻ്റെ മനസ്സാണ്. എല്ലാം സെൻസ് ചെയ്യുന്നത്, ഇന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്ന എല്ലാ മെസ്സേജിൻ്റെയും ഫീലിങ്ങുകൾ ഉണ്ടാകുന്നത് ആത്മാവിലാണ്. ആത്മാവ് ഫീൽ ചെയ്യും. പക്ഷെ ആത്മാവിനെ ഫീൽ ചെയ്യാൻ സഹായിക്കുന്ന ഇന്ദ്രിയം ഏതാണ്? മനസ്സാണ്. മനസ്സിന് എന്തൊക്കെ ജോലികളുണ്ട്? മനസ്സിൽ ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ട്. മനസ്സിൽ എല്ലാം പതിയും. നമ്മൾ പറയില്ലേ, മനസ്സിൽ പതിയണം, മനസ്സിൽ പതിപ്പിക്കണം, മനസ്സിരുത്തി പഠിക്കൂ പറയാറില്ലേ?
അപ്പോൾ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും വായിക്കുന്നതും എല്ലാം എവിടെയാണ് വന്ന് നിറയണ, സ്റ്റോർ ആവണേ? വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, നമ്മുടെ മനസ്സ് ഒരു സ്റ്റോറേജാണ്. സാധാരണ നമ്മൾ എല്ലാം സ്റ്റോർ ചെയ്ത് വയ്ക്കില്ലേ, കമ്പ്യൂട്ടറിലൊക്കെ ചിപ്പുകളിൽ USB-യിലൊക്കെ സ്റ്റോർ ചെയ്യുന്നത് പോലെ ആത്മാവാകുന്ന ഈ സൂക്ഷ്മമായ ഊർജത്തിൽ എല്ലാം വന്ന് സ്റ്റോർ ആകുന്നത്, പതിയുന്നത്, ആദ്യം വന്ന് പതിയുന്നത് മനസ്സിലാണ്. മനസ്സിലായോ എന്നല്ല നമ്മൾ ചോദിക്കണേ? മനസ്സിൽ പതിഞ്ഞു. മനസ്സിലെങ്ങനെ പതിപ്പുകൾ ഉണ്ടാകണേ? അതിന് അതിൻ്റേതായൊരു കോഡിങ്ങാണുള്ളത് അല്ലേ? അപ്പം നമ്മൾ USB തല്ലി പൊട്ടിച്ച് നോക്കി അതിൽ പതിഞ്ഞ സാധനം കാണില്ല. കാരണം അതിന് അതിൻ്റേതായൊരു ഫോർമാറ്റ് ഉണ്ട്. അതിലാണ് അത് ഡേറ്റ കളക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പം അതേപോലെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം പോയി വീഴുന്നത് രാവിലെ നോക്കൂ, കണ്ണ് തുറക്കുമ്പം മുതൽ എത്രയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റോർ ചെയ്യണം? നമ്മൾ എന്തെല്ലാം കാണുന്നു, എന്തെല്ലാം കേൾക്കുന്നു. രാവിലെ പത്രം വായിക്കുന്നത് മുതൽ എല്ലാ ഇൻഫർമേഷൻസ് എവിടെ ഇട്ട് കൊടുക്കണേ? നമ്മൾ രാവിലെ മുതൽ പറയില്ല, അറിയണ്ടേ? എല്ലാം അറിയണം. ലോകത്തിലെ സർവ്വ നോളജും വേണ്ടതും വേണ്ടാത്തതും എല്ലാ ഇൻഫർമേഷൻസും കളക്ട് ചെയ്ത് ഇവിടെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക നമ്മൾ. ഇതെല്ലാം ഈ പാത്രത്തിൽ നിറഞ്ഞുകൊണ്ടിരിക്കുക മനസ്സിൽ. അപ്പോൾ ഇത്രയും നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് എന്നിട്ട് എന്തു പറയും? ഇപ്പോൾ എല്ലാവരുടെയും പ്രശ്നം എന്താ? മനസ്സൊന്നിലും നിൽക്കുന്നില്ല, കോൺസെൻട്രേഷൻ ഇല്ല, മനസ്സലയുക, ഒന്നിലും നിൽക്കുന്നില്ല, ഏകാഗ്രതയില്ല. എന്താ കാര്യം? മാക്സിമം ക്ഷീണിച്ചു കഴിഞ്ഞു. വേണ്ടാത്തത് ധാരാളം നമ്മൾ നിറച്ചു വേണ്ടുന്നതിൻ്റെ കൂടെ. അപ്പോൾ ഇപ്പോൾ വേണ്ടുന്ന കാര്യങ്ങൾ അങ്ങോട്ട് കയറുന്നില്ല, പറയില്ലേ, തലയിൽ കയറുന്നില്ല, മനസ്സിലേക്ക് പതിയുന്നില്ല, എടുക്കാൻ പറ്റുന്നില്ല എനിക്ക്. കാരണം ഇവിടെ ഇതിന് അൺലിമിറ്റഡ് കപ്പാസിറ്റി ആത്മാവല്ലേ. എന്നിട്ട് പോലും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ അൺലിമിറ്റഡ് ആയിട്ട് കൊണ്ടുവന്ന് നിറച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അത്ര അല്ല, വേണ്ടുന്നതിനേക്കാളും കൂടുതൽ വേണ്ടാത്തതിൻ്റെ ഉള്ളിലുണ്ട്. എന്തൊക്കെയുണ്ട് മനസ്സിൽ നമുക്ക് മനസ്സിലാക്കണം, മനസ്സിനെ മനസ്സിലാക്കണം. ഇതിലെന്തൊക്കെയുള്ളത്? ഒന്ന്, അനേകം സ്മൃതികൾ. നമ്മളിരുന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുന്നത് എന്താ? ഇന്നലെ പറഞ്ഞത്, ഇന്നലെ നടന്നത്, അവർ പറഞ്ഞത്, ഒരാഴ്ച മുമ്പ് നടന്നത്, 10 വർഷം മുമ്പ് നടന്നത്. ചിലത് നമ്മളെന്താ പറയുക? അതേ, ഞാൻ മരിച്ചാലും മറക്കില്ല അവരെന്നോടാ ചെയ്തത്. ചിലപ്പോൾ 25 വർഷം മുമ്പ് നടന്നതായിരിക്കും. ഒക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് ഓർമ്മിച്ചുകൊണ്ടിരിക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കുമ്പോൾ എന്താ സംഭവിക്കണേ? മനസ്സിൻ്റെ ചിത്രം നിങ്ങൾ കാണുന്നില്ലേ? മനസ്സിൻ്റെ ചിത്രത്തിൽ നോക്കൂ, കാണുന്നത് എന്താ? മനസ്സ് വർക്ക് ചെയ്യുന്നത് ചിന്തകളുടെ രൂപത്തിലാണ്, വിചാരങ്ങളുടെ രൂപത്തിലാണ്, സങ്കല്പങ്ങളുടെ രൂപത്തിലാണ്. അതുണ്ടാക്കുന്നത് വൈബ്രേഷൻസാണ്. അതാണ് ആ കാണുന്നത്. ഓരോ സങ്കല്പങ്ങളും, ഓരോ ഓർമ്മകളും, ഓരോ വിചാരങ്ങളും എന്താ ഉണ്ടാക്കണേ? വൈബ്രേഷൻ, തരംഗങ്ങളാണ്. നമ്മുടെ വീട് റോഡ് സൈഡാണെങ്കിൽ റോഡിൽ കൂടെ ഒരു വണ്ടി പോകുമ്പോൾ ആ വൈബ്രേഷൻ നമ്മുടെ വീട് കുലുങ്ങും അല്ലേ? നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങൾ വരെ കുലുക്കും. നമ്മൾ പറയില്ല, വൈബ്രേഷൻ നോക്കൂ. അതേപോലെ ഇവിടെ മനസ്സിൽ എന്ത് കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും ഉണ്ടാക്കുന്ന ഓരോ ഫീലിങ്ങുകളും. ഒരു ന്യൂസ് തന്നെ കേട്ടു എന്നിരിക്കട്ടെ, കോവിഡിൻ്റെ ന്യൂസ്, വേറെ ഒന്നും വേണ്ട. ഇപ്പം നോക്കൂ, ഡെയിലി കോവിഡിൻ്റെ ന്യൂസ് കേൾക്കുക. ഇത്രയും ഡെയിലി കേൾക്കുമ്പോൾ, ഇന്ന് ഇത്രയും പേര് മരിച്ചോ, അയ്യോ ഇന്ന് ഇത്രയും പേർക്ക്, 10,000-കണക്കിന് പേർക്ക് അസുഖമായോ, ലക്ഷക്കണക്കിന് പേര് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ഡെയിലി ഇത് കേൾക്കും തോറും എന്താവും? കേൾക്കുമ്പോൾ ന്യൂസ് കാണുമ്പോൾ അതെല്ലാം നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യും? വൈബ്രേഷൻസ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഫസ്റ്റ് ഡേ തന്നെ സിസ്റ്റർ നിങ്ങളോട് പറഞ്ഞത്, എന്ത് ചെയ്യുക? സൂക്ഷിക്കുക. ഒരു ദിവസം ന്യൂസ് കേൾക്കാൻ, വായിക്കാൻ പകലെപ്പോഴെങ്കിലും ഒരു 5 മിനിറ്റ് സമയം മാറ്റിവെക്കൂ, മതി. അറിവ് മാത്രമല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. കൂടുതൽ കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ എന്താവും? ഫോണ് കയ്യിലുണ്ട് പറഞ്ഞിട്ട് എല്ലാ ചാനലും നീക്കിക്കൊണ്ടിരുന്ന എന്താ സംഭവിക്കുക? എല്ലാം എന്ത് കാണുന്നു കേൾക്കുന്നു അതിവിടെ നിറഞ്ഞിട്ട് എന്ത് ചെയ്യും? വൈബ്രേഷൻ ഉണ്ടാക്കുക. ഈ വൈബ്രേഷൻ ആദ്യം ആരെയെ ബാധിക്കുന്നത്? മനസ്സിലുണ്ടാകുന്ന വൈബ്രേഷൻ ആദ്യം ആരെയെ ബാധിക്കുന്നത്? ആത്മാവ് ഇവിടെയല്ലേ, രാജാവ് ഇവിടെയല്ലേ ഇരിക്കണേ? മനസ്സിലുണ്ടാകുന്ന ഈ വൈബ്രേഷൻ ആദ്യം ബാധിക്കുന്നത് നമ്മുടെ മനസ്സിനെ തന്നെയാണ്. നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും. ആത്മാവാകുന്ന രാജാവിനെ ഡിസ്റ്റർബ് ചെയ്യും. എന്നിട്ട് ആ ഡിസ്റ്റർബ്ഡ് വൈബ്രേഷൻസ് എവിടേക്കാണ് അടുത്ത് വൈബ്രേറ്റ് ചെയ്യുന്നത്? എവിടെയാണ്? നമ്മുടെ ബോഡി.
ആദ്യ ആന്തരിക അവയവങ്ങളിലെയാണ് ഈ വൈബ്രേഷൻസ് വൈബ്രേറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് പറയുന്നത് ആധിയിൽ നിന്ന് വ്യാധി. ഇത്രയും രോഗങ്ങൾ കൂടുന്നതിൻ്റെ പ്രധാന കാരണം അതാ. ഭയം അല്ലേ, ഉത്കണ്ഠ, നമ്മുടെ ആങ്ഷൈറ്റി എല്ലാം കൂടിക്കൂടി വരുന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ മനസ്സിനെ ശരിയായി മനസ്സിലാക്കി ചിന്തിക്കുകയും വിചാരിക്കുകയും ചെയ്യാത്തത് കൊണ്ടാണ്. ഈ വൈബ്രേഷൻസ് അടുത്ത് എവിടേക്ക് പോകും? ഇതിവിടെ നിൽക്കില്ല, വൈബ്രേഷനല്ലേ. ശരീരത്തിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യും? അന്തരീക്ഷത്തിലേക്ക് നിറയുന്ന ഈ വൈബ്രേഷൻസിന് എന്താ സംഭവിക്കുക? അന്തരീക്ഷത്തിലേക്ക് നിറയുന്ന ഈ വൈബ്രേഷൻസ് ആർക്ക് ആദ്യം ടച്ചാകും? നമ്മളെപ്പോലെ ഓരോ ശരീരത്തിലിരിക്കുന്ന ആത്മാക്കൾ മറ്റുള്ളവരുടെ മനസ്സുകളെ പോയി വൈബ്രേറ്റ് ചെയ്യും. കാരണം ഇതും ചൈതന്യമാണ്, നമ്മുടെ കൂടെയുള്ള ഓരോരുത്തരും ചൈതന്യമാണ്. മറ്റ് ജീവികൾ, പിന്നെ ചുറ്റുമുള്ള സസ്യജാലങ്ങൾ, ഓരോ വസ്തുക്കളെ, എന്തിന്? മനുഷ്യരെയും ജീവജാലങ്ങളെയും സസ്യങ്ങളെ മാത്രമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ സാധാരണ ഉപകരണങ്ങൾ പോലും, നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്ന നിങ്ങളുടെ കമ്പ്യൂട്ടർ നിങ്ങളല്ലാതെ വേറൊരാൾ വന്ന് ടച്ച് ചെയ്താൽ പോലും ആ കമ്പ്യൂട്ടറിന് അറിയാം, അതിന് ഫീൽ ചെയ്യും. നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്ന വണ്ടി വേറൊരാളുടെ അടുത്ത് പോയിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ, നിങ്ങളൊരു സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും, അടുത്ത ആൾക്ക് അത്ര വേഗം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പറയില്ലേ, കണ്ടില്ലേ, വണ്ടിക്ക് പോലും അറിയാം അതിൻ്റെ ഓണറെ. കാരണം എന്താ? വൈബ്രേഷൻസ് ക്യാച്ച് ചെയ്യും. അപ്പം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് എവിടെയാണ്? എന്ത് വൈബ്രേഷൻസ് ഇവിടെ നിന്ന് ഉണ്ടാക്കണം? എൻ്റെ ശരീരത്തെ ഹെൽത്തിയാക്കി വെക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള വിചാരം. എനിക്ക് എന്നോട് 10 വർഷം മുമ്പ് എൻ്റെ അമ്മ, എൻ്റെ അമ്മായിയമ്മ അല്ലെങ്കിൽ എൻ്റെ ബോസ് ഇങ്ങനെ പറഞ്ഞു, ഞാനത് മറക്കില്ല. അതുകൊണ്ട് ദോഷം അവർക്കല്ല. ആർക്കാ ദോഷം? ഇവിടെ അതിരുന്ന് ഞാൻ ഒരു ദിവസം എത്ര തവണ ഓർമ്മിക്കണോ, 1 വർഷം ഓർമ്മിക്കുമ്പോൾ 10 വർഷം ഓർമ്മിക്കുമ്പോൾ അത്രയും വൈബ്രേഷൻസ് ഉണ്ടാക്കണം. അതാദ്യം എൻ്റെ മനസ്സിനെ, എൻ്റെ ശരീരത്തെ, എൻ്റെ വീട്ടിൽ, കാരണം ഈ വൈബ്രേഷൻ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും ബാധിക്കും, നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലികളെയും ബാധിക്കും. ആ മനസ്സോടെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആ ഭക്ഷണത്തെ അത് ബാധിക്കും. അത് അവിയലും സാമ്പാറും മാത്രമല്ല ആകുക, ആ വൈബ്രേഷൻ അതിൻ്റെ ഉള്ളിൽ വിഷമയമാക്കി മാറ്റും. എന്ത് ഫീലിങ്സ് ആണോ അതിൽ ബാധിക്കും അല്ലേ. അപ്പം നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കുക, എങ്ങനെയുള്ള വൈബ്രേഷൻസ് ഉണ്ടാക്കുക, എത്രത്തോളം കഴിയുമോ പോസിറ്റീവ് വൈബ്രേഷൻസ് ഉണ്ടാക്കിയാൽ നമുക്ക് പോസിറ്റീവ് വൈബ്രേഷൻസ് ആണ്. പോസിറ്റീവ് ഫീലിംഗ് വന്നാലേ പോസിറ്റീവ് വൈബ്രേഷൻ വരുള്ളൂ. പോസിറ്റീവ് ഫീലിംഗ് വരണമെങ്കിൽ എന്ത് ചെയ്യണം? പോസിറ്റീവ് തിങ്ക് ചെയ്യണം. അതുകൊണ്ട് ആൾക്കാർ പോസിറ്റീവ് തിങ്കിങ് കോഴ്സ് എന്ന് പറഞ്ഞ് പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പം മനസ്സിലായ കാര്യം എന്താണെന്ന്? മനസ്സിൻ്റെ ജോലിയാണ് ചിന്തിക്കുക. പക്ഷെ എന്ത് ചിന്തിക്കണം അതും കൂടി നമ്മൾ ചിന്തിച്ചിട്ട് ചിന്തിക്കുക. പണ്ട് നമ്മളോട് എന്താ പറയുക? ചിന്തിച്ചിട്ട് സംസാരിക്കുക, ചിന്തിച്ചിട്ട് പറയുക, ചിന്തിച്ചിട്ട് ചെയ്യൂ. പക്ഷേ ഇന്ന് അണ്ടർലൈൻ ചെയ്തോളൂ എല്ലാവരും. ഫസ്റ്റ് ഹോംവർക്ക് ഏതാണ്? ആദ്യത്തെ ഇന്നത്തെ 4-ാം ദിവസത്തെ കർക്കിടക വ്രതം. ഞാൻ എന്ത് ചിന്തിക്കുന്നു എന്നത് ചിന്തിച്ചിട്ട് ചിന്തിക്കും, ചിന്തിച്ചിട്ട് ചിന്തിക്കും. മൈൻഡ് യുവർ മൈൻഡ്. പണ്ട് നമ്മളെല്ലാവരോടും എന്താ പറയും? മൈൻഡ് യുവർ ബിസിനസ്, മൈൻഡ് യുവർ മൈൻഡ്. ക്ലിയർ ആയില്ലേ? മനസ്സ് അടുത്ത ജോലി എന്താ? ഒന്ന് സങ്കല്പശക്തി, പിന്നെ ഈ പഴയ ഓർമ്മകളെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക, പിന്നെ ഫീലിങ്സുകൾ, ഭാവനകൾ, ഇതെല്ലാം മനസ്സിലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം എന്താ പ്രശ്നം എന്നറിയോ? മനസ്സ് മാത്രമേ ഉള്ളൂ, മനസ്സിന് ബുദ്ധിയില്ല. മനസ്സിന് ബുദ്ധിയില്ല. എന്ത് ചിന്തിക്കണം ഞാൻ, എങ്ങനെ ചിന്തിക്കണം ഞാൻ? കാരണം ചിന്തകൾ പലതരം, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, വേസ്റ്റ് ഉണ്ട് അല്ലേ. നെസസറി, അവശ്യം. രാവിലെ മുതൽ നമുക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. ചിന്തിക്കല്ലേ പറഞ്ഞ് മനസ്സിനെ സപ്രസ് ചെയ്യാൻ പറ്റില്ല. അതല്ല മെഡിറ്റേഷൻ. സപ്രസ് ചെയ്യലല്ല, ചിന്തിക്കാതിരിക്കലല്ല. ചിലർ പറയില്ല, ഒരു വെളിച്ചത്തെ നോക്കിയിരിക്കൂ മനസ്സ് ശാന്താവും. എത്ര സമയം വെളിച്ചത്തെ നോക്കിയിരിക്കും? നമുക്ക് മനസ്സിനെ സപ്രസ് ചെയ്ത് വയ്ക്കുക. ഈ സ്പ്രിങ് ഒക്കെ കണ്ടിട്ടില്ലേ? നമ്മൾ സപ്രസ് ചെയ്ത് വെച്ചാൽ എന്താവും? റിലീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡബിൾ ഫോഴ്സിലാണ് പോവുക. അതുകൊണ്ട് ചിന്തിക്കേണ്ട പറഞ്ഞ് മനസ്സിനെ അടിച്ചമർത്തി വയ്ക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ചെയ്യേണ്ടത് എന്താ? നമുക്ക്
ശുഭവും ശുദ്ധവും ശ്രേഷ്ഠവും സകാരാത്മകവുമായ വിചാരങ്ങളിൽ കൂടുതൽ ഉണ്ടാക്കണം. അപ്പോഴേ പോസിറ്റീവ് വൈബ്രേഷൻസ് വൈബ്രേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിന് നമുക്ക് ബുദ്ധി വേണം. അതാണ് ബുദ്ധിയുടെ ജോലി. ആളാണല്ലോ രണ്ടാമത്തെ ആൾ. ആര്? ബുദ്ധി. ബുദ്ധിക്കേ ബുദ്ധിയുള്ളൂ. നോട്ട് ചെയ്തോളൂ, ബുദ്ധിക്കേ ബുദ്ധിയുള്ളൂ. രാവിലെ ഇപ്പോൾ മഴക്കാലമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട് രാവിലെ നേരത്തെ ഉണരണം. ഇപ്പോൾ 6 മണിക്ക് രാവിലെ എഴുന്നേറ്റിരുന്ന ആൾ 5:30 എഴുന്നേക്കൂ. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന നല്ല ശീലമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. രാവിലെ നേരത്തെ എഴുന്നേറ്റ അനേക പ്രയോജനങ്ങളാണ്. മെഡിറ്റേഷൻ ചെയ്യാം, വ്യായാമം ചെയ്യാം, വീട്ടിലെ കാര്യങ്ങളെല്ലാം നേരത്തെ ചെയ്യാം, സമയം എല്ലാത്തിനും ഇഷ്ടം പോലെ കിട്ടും. നമ്മൾ മുതിർന്നവർ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ കുട്ടികളും നമ്മളെ കണ്ടിട്ട് എഴുന്നേക്കാൻ തുടങ്ങും. ധാരാളം പ്രയോജനം ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ മഴ വരുമ്പോൾ ഇത്തിരി തണുപ്പുണ്ടെങ്കിൽ നമുക്ക് എന്ത് തോന്നും? നമ്മൾ 5:30 അലാറം വെച്ചു, അല്ലെങ്കിൽ 4 മണിക്ക് അലാറം വെച്ചു, അടിച്ചു. ചിലപ്പോൾ നമ്മൾ പുതപ്പിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കൈയിട്ട് എന്ത് ചെയ്യും? ഓഫ് ചെയ്യും. 5 മിനിറ്റ് കൂടെ കിടക്കാം. ആരാ തോന്നിക്കണേ? 5 മിനിറ്റ് കൂടെ കിടക്കാം. പുതപ്പ് മേലേക്ക് ഉടനെ ഇടാം. ആരാ തോന്നിക്കണേ? മനസ്സ്. കാരണം മനസ്സെപ്പോഴും എന്ത് തോന്നലാ തരിക? അത് സുഖം തേടിക്കൊണ്ടിരിക്കും. സുഖം എവിടെ നിന്നൊക്കെ കിട്ടും? കാരണം പുതച്ച് മൂടിക്കിടന്ന് ഉറങ്ങിയതിൻ്റെ സുഖമുണ്ട് എനിക്ക്. ഇത്രയും മണിക്കൂർ ഉറങ്ങിയ സുഖത്തിലാണ് ഇപ്പോഴും. പക്ഷേ പുതപ്പെടുത്ത് വീണ്ടും തലയിലേക്ക് ഇടുന്നതിന് മുമ്പ് അലാറം ഓഫ് ചെയ്തിട്ട് 5 മിനിറ്റ് കൂടെ കിടക്കാമെന്ന് വിചാരം മനസ്സ് തരും. മനസ്സെപ്പോഴും രസം തരുന്നതിൻ്റെ പിന്നാലെ. കാരണം നേരത്തെ പറഞ്ഞില്ലേ, ഇന്ദ്രിയ രസത്തിൽ മനസ്സ് കാലാകാലങ്ങളായിട്ട് കുടുങ്ങിയിരിക്കുക. കഴിക്കുന്നതിൽ, കാണുന്നതിൽ, കിടക്കുന്നതിൽ, ഉറങ്ങുന്നതിൽ. വെറുതെ ഇരിക്കുന്നതും ഭയങ്കര സുഖമാണ്. കാരണം വെറുതെ ഇരുന്ന് ആലസ്യം പിടിച്ച് മടി പിടിച്ച് കാലങ്ങളുടെ ശീലമായി കഴിഞ്ഞാൽ എന്താവും? മനസ്സ് വെറുതെ ഇരിക്കാനേ തോന്നിക്കുള്ളൂ. എല്ലാവരും പണിയെടുക്കുമ്പോഴും, എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴും, ഫുൾ ടൈം വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് വെറുതെ ഇരിക്കുന്നത് തന്നെ ചിലപ്പോൾ സുഖമെന്ന് തോന്നും. മനസ്സ് പറയും വെറുതെ ഇരുന്നു, ഇതാ എനിക്ക് സുഖം. അങ്ങനെയാണ് അലസന്മാരായിട്ട് മടിയന്മാരായിട്ടിരിക്കണം. മറ്റുള്ളവർ അധ്വാനിക്കുക, അവരുടെ അധ്വാനം മിണ്ടാതെ കഴിച്ചുകൊണ്ട് സുഖമായിട്ടിരിക്കുക. ഇപ്പം ബുദ്ധിപൂർവമായിരിക്കണം തീരുമാനം. ആലോചിക്കുക. ഞാൻ രാവിലെ വീണ്ടും പുതപ്പിട്ട് കിടന്നാൽ ലേറ്റാവും. ഞാൻ ലേറ്റായാൽ എനിക്കെല്ലാം മിസ്സാവും. എനിക്ക് പേഴ്സണലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. വ്യക്തിപരമായ എനിക്ക് കുളിക്കാൻ, അല്ലെങ്കിൽ എനിക്ക് എക്സസൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് എനിക്ക് നല്ല കാര്യങ്ങൾ എന്തെങ്കിലും കുറച്ച് കേൾക്കണം, എന്നിട്ട് എൻ്റെ ജോലികൾ ചെയ്യണം. എന്നെ കണ്ടിട്ട് എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ചെയ്യും. ഈ തീരുമാനം ആരാ എടുക്കേണ്ടത്? ബുദ്ധി. അതാണ് ബുദ്ധി. ബുദ്ധിയുടെ ജോലിയാണ് ഇത്. തിരിച്ചറിയാനുള്ള ശക്തി, നിർണയശക്തി. അതിൻ്റെ പേരാണ് ബുദ്ധി. അപ്പോൾ ബുദ്ധി അലേർട്ടായിരിക്കണം, ബുദ്ധി അറ്റൻറ്റീവായിരിക്കണം, ബുദ്ധി ശക്തിശാലിയായിരിക്കണം. ബുദ്ധിക്ക് ശക്തി വേണം, നല്ല ആൾക്ക് ശരിയായിട്ട് ഇടപെടുള്ളൂ. അല്ലെങ്കിൽ മനസ്സ് കടന്നോ പറയുമ്പോൾ നമ്മൾ കടക്കും. ബുദ്ധി ഉറക്കത്തിലാണെങ്കിൽ, ബുദ്ധിക്ക് ശക്തിയില്ലെങ്കിൽ. ഒരു കടയിൽ സെക്യൂരിറ്റിക്കാരനെ വെച്ചിട്ടുണ്ട്. ഒരു കള്ളൻ കടയിൽ കയറാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? ആദ്യം സെക്യൂരിറ്റിക്കാരനെയാണ് കെട്ടിയിടുക. അയാൾക്കാണ് എന്തെങ്കിലും മയക്ക് സാധനം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു തല്ല് കൊടുത്തിട്ട് അയാളെയാണെങ്കിൽ വീഴ്ത്തുക. എന്നിട്ടേ മോഷ്ടിക്കാൻ പറ്റുള്ളൂ. അതേപോലെയാണ് നമ്മുടെ ബുദ്ധി. മനസ്സ് പല തോന്നലും കൊണ്ടുവരും. മനസ്സിൽ തോന്നുന്നതൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. മനസ്സിൽ തോന്നുന്നതൊക്കെ പറഞ്ഞാൽ നമ്മുടെ ബന്ധങ്ങളെല്ലാം തകർന്നു പോവും. മനസ്സിൽ തോന്നുന്നതൊക്കെ കഴിക്കാൻ പറ്റില്ല. ബുദ്ധി ഇടപെടണം. ഞാൻ എന്ത് കഴിക്കണം? എനിക്ക് ഊർജം തരുന്നത് കഴിക്കണം, ശരീരത്തിന് ഹെൽത്തി ആയിട്ടുള്ളത് കഴിക്കണം. ഞാൻ കഴിക്കുന്ന ആഹാരം എൻ്റെ ശരീരവും എൻ്റെ മനസ്സും എൻ്റെ സ്വഭാവവുമാകുന്നതാണ്. അപ്പോൾ എൻ്റെ മനസ്സിനും ശരീരത്തിനും യോജിക്കുന്ന, ആത്മാവിനും യോജിക്കുന്ന ഭക്ഷണം വേണം കഴിക്കാൻ. കാലങ്ങൾ കൊണ്ട് പലതും കഴിച്ച ശീലം ഉണ്ടാവും. പക്ഷേ ബുദ്ധി ഇടപെടണം. ഇത് കഴിച്ചാൽ എനിക്കുള്ള ദോഷം എന്താ, ഗുണം എന്താ, പ്ലസ് എന്താ, മൈനസ് എന്താ, അവിടെ ബുദ്ധി ഇടപെടണം. ബുദ്ധി ഇടപെടണമെങ്കിലോ ബുദ്ധിക്ക് ശക്തി വേണം. ബുദ്ധിക്ക് ശക്തി വേണമെങ്കിൽ ബുദ്ധിയോഗം പരമാത്മാവിൽ വെക്കണം. അതിൻ്റെ പേരാണ് മെഡിറ്റേഷൻ. മനസ്സിനെ ശുദ്ധീകരിക്കാൻ ബുദ്ധിയോഗം പരമാത്മാവിൽ വെച്ച് നമുക്ക് മനസ്സിൻ്റെയും ബുദ്ധിയുടെയും കൂടി അയോജിപ്പാണ് ജീവിതത്തെ നമ്മളെ സുഗമമാക്കി മാറ്റണം. അപ്പം നമ്മുടെ വീട്ടിൽ മക്കളുണ്ട്, അവർ വാശി പിടിക്കും. അമ്മ എനിക്കത് വേണം, ഇത് വേണം, ബേക്കറി ഡെയിലി വേണമെങ്കിൽ ബേക്കറി സാധനം വാങ്ങിച്ചിട്ട് വരാൻ പറയും.
പക്ഷെ അച്ഛനമ്മയ്ക്ക് ബോധം വേണം. ഡെയിലി ഈ ജങ്ക് ഫുഡ് വാങ്ങിക്കൊടുത്താൽ എൻ്റെ കുട്ടിയുടെ അവസ്ഥ, കുട്ടിക്ക് രസമാണ്. കാരണം അവർക്ക് ചോറ് കഴിക്കുന്നതിനേക്കാളും പച്ചക്കറി കഴിക്കുന്നതിനേക്കാളും പഴം കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഏതായിട്ട് തോന്നും? അവർക്ക് ബിസ്ക്കറ്റ് മതി, ചോക്ലേറ്റ് മതി. പക്ഷെ നമ്മൾ കുട്ടിക്ക് ഇതങ്ങ് കൊടുക്കാം, അത് സാരില്ല, കഴിച്ചോ കഴിച്ചില്ല എന്തോ ആയിക്കോട്ടെ, അത്ര നേരം മിണ്ടാതിരിക്കുമല്ലോ, ശല്യമില്ലല്ലോ. പക്ഷേ അച്ഛനമ്മയുടെ ബുദ്ധി പ്രവർത്തിക്കണം. കുട്ടി കരയുമ്പോൾ ഗെയിം കളിക്കാൻ ഫോണ് ചോദിക്കുമ്പോൾ ഫോണ് കളിക്കാൻ വേണ്ടി കൊടുക്കുന്ന അമ്മമാർ അച്ഛന്മാർ ആലോചിക്കണം. എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ ഓൺലൈൻ സ്റ്റഡീസും കൂടിയാണ്, ഫുൾ ഒരു ദിവസം 5-6 മണിക്കൂർ ഫോണിലിരുന്നാൽ പഠിക്കേണ്ടത്. പിന്നെ കളിക്കാനും കൂടി ആ ഫോൺ കൊടുക്കുമ്പോൾ കുട്ടിക്കിപ്പോൾ ഇഷ്ടം എന്താണ്? ഫോണിലെ ഗെയിമാണ്. കാരണം ഈ ഫോണിൽ ഗെയിം, കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കാൻ തുടങ്ങിയതിന് ശേഷം അവർക്ക് കൂട്ടുകാരുടെ കൂടെ കളിക്കുന്നതിൻ്റെ രസം അറിയണില്ല, മണ്ണിൽ കളിക്കുന്നതിൻ്റെ രസം അറിയില്ല, തൻ്റെ അനിയത്തിയുടെ കൂടെ, ചേട്ടൻ്റെ കൂടെ, ചേച്ചിയുടെ കൂടെ കളിക്കുന്നതിൻ്റെ രസം അറിയില്ല. കാരണം അവർ ജനിച്ച് വീണപ്പം മുതൽ നമ്മൾ അവർ കരയാതിരിക്കാൻ എന്ത് ചെയ്തു? ഫോണെടുത്ത് കയ്യിൽ കൊടുത്ത് നമ്മൾ തന്നെ ഗെയിം എടുത്ത് അവർക്ക് കൊടുത്ത് പഠിപ്പിച്ചു പോയി. പക്ഷെ ഒരു മാതാപിതാവിന്, ഒരു മുത്തശ്ശന്, മുത്തശ്ശിക്ക് ബുദ്ധിപൂർവ്വം തീരുമാനം എടുക്കണം. തൽക്കാലം കുട്ടിയുടെ ശല്യം ഒഴിവാക്കാമല്ലോ, എന്നെ വന്ന് ഡിസ്റ്റർബ് ചെയ്യില്ലല്ലോ എൻ്റെ ജോലി ചെയ്യുമ്പോൾ. നമ്മുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി, അവരെ കുറച്ച് നേരം മിണ്ടാതിരുത്താൻ വേണ്ടി ഫോണെടുത്ത് കൊടുക്കുമ്പോൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കൂ. നമ്മൾ നമ്മുടെ കുട്ടിയോട് ചെയ്യുന്ന സ്നേഹമല്ല അത്, ഉപകാരമല്ല അത്, നന്മയല്ല അത്. അതിലൂടെ കളിച്ചിട്ട് അവർക്ക് ആനന്ദമല്ല കിട്ടണേ, തൽക്കാല ആനന്ദമാണ്. അവരുടെ ബ്രെയിനിനെ കേടുവരുത്താണ്, കണ്ണിനെ കേടുവരുത്താണ്. അവരെ കുട്ടികളുമായി, അവരെ ഉപകരണങ്ങളുടെ കൂടെ മാത്രമേ പിന്നെ ഇടപഴകുള്ളൂ. കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും പറയാൻ ചെന്ന് നോക്കി, ഇപ്പം നിങ്ങൾ അവർക്ക് കൊടുത്ത് പഠിപ്പിക്കുക. കുറച്ച് ദിവസം കളിച്ച് കഴിയുമ്പോൾ പിന്നെ നാളെ മോനെ മോളെ എന്ന് വിളിച്ചാൽ അവർ കേൾക്കില്ല, എഴുന്നേക്കില്ല, വിളിച്ചാൽ വരില്ല, ഇത് തന്നെ കുത്തിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മളെന്ത് പറയും? കണ്ടില്ലേ, ഒയ്യോ അവൻ ഫോണിന് അഡിക്റ്റാ, അവൻ ഗെയിമിന് അഡിക്റ്റാ. ആരാ പഠിപ്പിച്ചേ? ഇതിൽ നമുക്കും കുറച്ച് പാർട്ടുണ്ട്. നമ്മൾ അച്ഛനമ്മമാർ സൂക്ഷിക്കണം. നമുക്കും ഒരു ജീവിതത്തിലൊരു ചിട്ട വേണം. എനിക്ക് ഫോണ് കാണാൻ, TV കാണാൻ, കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ എത്ര സമയം മാറ്റി വയ്ക്കണം? അവർ നമ്മളെ കണ്ടല്ലേ പഠിക്കണം. ജോലിക്കാണെങ്കിൽ നമുക്ക് ആ ജോലി സമയം വർക്ക് ചെയ്തേ മതിയാകുള്ളൂ. പക്ഷെ ബാക്കി സമയം ആവശ്യമില്ലാതെ നമ്മൾ അതിൽ തന്നെ ഇരിക്കരുത്. നമ്മുടെ കൂട്ടുകെട്ട് ബീയിങ്സിനോടൊപ്പം ആകണം, ഡൂയിങ്സിനോടൊപ്പം ആകരുത്. ഫുൾ ഡേ നമുക്കെല്ലാം ഉപയോഗിക്കുന്നുണ്ട്, കുറച്ച് സമയം നമ്മൾ മനുഷ്യരോടൊപ്പം. ഈ ഫോണിൽ കൂടെയും കമ്പ്യൂട്ടറിലൂടെയും ലോകത്തിലെല്ലാം ആയിരക്കണക്കിന് ഫ്രണ്ട്സിനെ ഉണ്ടാക്കി ചാറ്റ് ചെയ്യും. ആ ചാറ്റിങ്ങൊക്കെ ചീറ്റിങ്ങുമായിട്ട് മാറും. വീട്ടിലുണ്ടല്ലോ 2, 3, 4 പേര്, ദയവേത് അവരുടെ കൂടെ സംസാരിക്കാൻ കുറച്ച് സമയം കണ്ടെത്തൂ. ബുദ്ധിപരമായ തീരുമാനം എടുക്കൂ. നമ്മുടെ മക്കളോട് നമ്മൾ സംസാരിക്കാൻ സമയം കൊടുത്തില്ലെങ്കിൽ, നമ്മുടെ ഭാര്യയോട് നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ, നമ്മുടെ ഭർത്താവിനോട് നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ, അവിടെയാണ് റോങ് പാത്തിലേക്ക് നമ്മളും നമ്മുടെ മക്കളും പോകാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ബുദ്ധി ഉപയോഗിക്കുക. ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാനും, ഗോൾഡ് മെഡൽ വാങ്ങാനും, ഫസ്റ്റ് റാങ്ക് വാങ്ങി എൻ്റെ കുട്ടിക്ക് എല്ലാം A+ ആയോ, വലിയ ബുദ്ധിമതിയാ, വലിയ ബുദ്ധിവാനാ, അത് വിചാരിക്കരുത്. അത് കഴിവാണ്, അതൊരു മിടുക്കാണ്, അതൊരു സാമർഥ്യമാണ്. അത് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഒരു പവർ മതി. കാണാതെ പഠിക്കാനും, കാണാതെ പഠിച്ചതൊക്കെ പരീക്ഷയ്ക്ക് എഴുതാനും, മാർക്ക് വാങ്ങാനും അല്ലേ. അത് മോശമെന്ന് സിസ്റ്റർ ഒരിക്കലും പറയില്ല, തീർച്ചയായിട്ടും അതും വേണം. മക്കളെ എൻജിനീയറും ഡോക്ടറും മാത്രമാക്കിയ പോരല്ലോ. നമുക്ക് ആരാകണം? ഒരു നല്ല എൻജിനീയറിനെ വേണ്ടേ, ഒരു നല്ല ഡോക്ടറെ വേണ്ടേ, ഒരു നല്ല മോളെ വേണ്ടേ, ഒരു നല്ല മോനെ വേണ്ടേ, ഒരു നല്ല മരുമകനെ വേണ്ടേ, നമുക്കൊരു നല്ല അച്ഛനും നല്ല അമ്മയും ആകണ്ടേ. അതിനെന്ത് വേണം? നല്ലതും കൂടെ അവർക്ക് പഠിക്കണം. അതിനെന്ത് വേണം? ബുദ്ധി ഇടപെടണം. ബുദ്ധി എന്താണ്? ബുദ്ധി എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിൽ കാണാതെ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഇൻ്റലക്റ്റ്, അല്ലെങ്കിൽ അതിൻ്റെ പേര് ഇൻ്റലിജൻസ് എന്നാണ്. ബുദ്ധിവാൻ എന്ന് നമ്മളെ ആരെയാ പറയുക? നമ്മൾ പറയില്ലേ, ഒരു കാര്യം നല്ല പോലെ ചെയ്തു കഴിയുമ്പോൾ ശരിയായിട്ടൊരു തീരുമാനം എടുത്തു, അപ്പോൾ നമ്മളെന്ത് പറയും? ആൾ ബുദ്ധിമാനാട്ടോ, ആ കാര്യം നല്ല പോലെ കൈകാര്യം ചെയ്തു, പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ശാന്തമായിട്ട് ആ കാര്യത്തെ കൈകാര്യം ചെയ്തു. ശാന്തമായിട്ട്. ഇന്നലെ നമ്മൾ പഠിച്ചുവല്ലോ, ഒരാൾ ദേഷ്യം കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ, അവർ ദേഷ്യത്തിൻ്റെ അസ്ത്രം ഉപയോഗിക്കുമ്പോൾ, അവരിങ്ങോട്ട് 2 ചിത്ത പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് 4 ചിത്ത പറയുന്നത് ബുദ്ധിപരമല്ല.
അത് മനസ്സിൽ തോന്നും. ഇങ്ങോട്ട് എന്നോട് 2 പറഞ്ഞാൽ ഞാൻ തിരിച്ച് 4 പറയും. അതാരുടെ സ്വഭാവം? അത് മനസ്സ് തോന്നിക്കും 4 പറഞ്ഞു. കാരണം കുറേ കാലം കൊണ്ട് പറഞ്ഞ് ശീലം ഉണ്ടാവും. എല്ലാവരും പറഞ്ഞ് കേട്ട് കണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം മനസ്സ് തോന്നൽ എന്ത് തരും? പ്രഷർ ചെയ്യും. നീ പറഞ്ഞു 2 പറയും. ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നില്ല, ഇവരെ ഇവിടെ എനിക്ക് അങ്ങനെ പറയണം. ഇത് മനസ്സിൽ തോന്നൽ വരും. പക്ഷേ സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും, സ്വന്തം മക്കളെ ആണെങ്കിൽ പോലും, ഭാര്യയുടെ അടുത്താണെങ്കിലും ഭർത്താവിൻ്റെ അടുത്താണെങ്കിലും ഓർമ്മ വേണം, എനിക്ക് ഇവരുടെ കൂടെയാണ് ഇപ്പോൾ ഈ 1 മിനിറ്റിൽ ഞാനിത് പറഞ്ഞു. ബുദ്ധി ഇടപെടണം. അവിടെയാണ് ബുദ്ധി ഉപയോഗിക്കേണ്ടത്. ബുദ്ധി ഇടപെടണം. ഇതെൻ്റെ അച്ഛനാ, ഇതെൻ്റെ അമ്മയാ, എൻ്റെ ഭാര്യയാ. ജീവിതകാലം മുഴുവൻ എനിക്ക് ഇവരുടെ കൂടെ ജീവിക്കേണ്ടേ. ഈ 1 മിനിറ്റിൽ ഒരു വേണ്ടാത്ത വാക്ക് അവർ പറഞ്ഞു, ശരി, അത് കേട്ട് ഞാൻ തിരിച്ച് 2 പറഞ്ഞാൽ ഈ ബന്ധം കേടുവരും. അല്പസമയത്തേക്കെങ്കിലും. നമ്മൾ പറയില്ലേ, കേടുവന്ന ബന്ധം വീണ്ടും കൂട്ടിച്ചേർന്ന് നമുക്ക് ജീവിക്കണം. പറയാറില്ലേ, ഏച്ചി വെച്ചാൽ മുഴച്ചിരിക്കും. അതേ വീട്ടിൽ ജീവിക്കണം, പക്ഷെ മുഴകൾ അനവധിയാകും. കുറേ മുഴകളാകുമ്പോൾ എന്താവും? ക്യാൻസറാവും. പിന്നെ ലേസർ അടിക്കേണ്ടി വരും, കട്ട് ചെയ്യേണ്ടി വരും. അവിടെയാണ് തകർന്നു പോണ ബന്ധങ്ങൾ. അതുകൊണ്ട് സൂക്ഷിക്കുക. എന്ത് ചെയ്യുക? മനസ്സിനോടൊപ്പം ആരുടെയും കൂടി ഇടപാട് വേണം. ബുദ്ധിയെ ബുദ്ധിയർത്ഥം ശരിയായി തിരിച്ചറിയുക, ശരിയായി നിർണയം ചെയ്യുക. ബുദ്ധിയർത്ഥം ബോധം. നമ്മൾ പറയാറില്ലേ, നമുക്ക് അവർക്കൊരു ബോധമില്ലാതെ ചെയ്തു. ചിലപ്പോൾ നമ്മൾ തന്നെ പറയില്ലേ, അറിയാതെ ഞാൻ പറഞ്ഞു പോയി, അറിയാതെ ചെയ്തു പോയി, ഇപ്പം എൻ്റെ ഉള്ളിൽ തോന്നുന്നുണ്ട്, അങ്ങനെ വേണ്ടിയിരുന്നില്ല അല്ലേ. അതാണ് ബുദ്ധിയുടെ ഇടപാടില്ലാതെ, ബോധമില്ലാത്ത പെരുമാറ്റം. പക്ഷെ നമ്മളൊക്കെ വിചാരം എന്താ? എന്നല്ല നമ്മൾ പറഞ്ഞില്ല, ഒക്കെ ഭയങ്കര ബോധവാനാ. മാനസിക രോഗം ബാധിച്ച് കിടക്കുന്ന അവരൊക്കെയാണ് ഭ്രാന്തന്മാർ, ബോധമില്ലാത്തവർ. നമ്മളോ ഭയങ്കര ബോധമുള്ളവർ. അറിയാതെ പറഞ്ഞുപോയി, അറിയാതെ ചെയ്തു പോയി. ഒരു വാക്ക് പറഞ്ഞിട്ട് നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് മാത്രം നമുക്ക് എല്ലാവർക്കും നോക്കാം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരാഴ്ചയിൽ മാത്രം കാര്യം എടുത്ത് നോക്കൂ. പലരോടും നമ്മൾ സംസാരിച്ചിട്ട് അതാരുടെ? നമ്മുടെ മക്കളെ തന്നെ നോക്കൂ. ദേഷ്യം വന്നു നമുക്ക്, അവർ പറഞ്ഞാൽ കേട്ടില്ല, തല്ലി. അവരെ തല്ലിയതിന് ശേഷം ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ആരാ? നമ്മളല്ലേ. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചിന്തിക്കുക? വേണ്ടിയിരുന്നില്ല, എൻ്റെ മനസ്സെത്ര അസ്വസ്ഥമാണ്, എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇത്രയും തല്ലി എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് സ്വയം കരയും. അമ്മമാർ പുറമേ കരയും, അച്ഛന്മാരുള്ളിൽ കരയും അല്ലേ. അപ്പം നമുക്കറിയാം തല്ലിയത് നന്നാവാനായിരിക്കും, പക്ഷെ നമ്മൾ ഫീൽ ചെയ്യണ അർത്ഥം എന്താ? ഞാൻ ഉപയോഗിച്ചൊരു റോങ് ടൂളാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് സന്തോഷമല്ലേ വേണ്ട, എൻ്റെ കുട്ടിയെ ഞാൻ നന്നാക്കിയല്ലോ പറഞ്ഞ് നമുക്ക് സമാധാനം ഉണ്ടാവണം. എനിക്ക് സമാധാനം ഇല്ല അർത്ഥം ഞാനൊരു റോങ് കർമ്മ ചെയ്തേ. ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയാൻ വേറെ ഒന്നും വേണ്ട. നമ്മളൊരു കർമ്മം ചെയ്തിട്ടൊരു വാക്ക് പറഞ്ഞിട്ട് എനിക്കതിൽ നിന്ന് ഞാൻ എൻ്റെ കുട്ടിയെ കറക്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച വാക്ക്, വിധി ശരിയാണോ തെറ്റാണോ എന്നറിയാൻ എന്ത് ചെയ്താൽ മതി? എത്രയും നോക്കിയാൽ മതി. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ചെയ്തു കഴിഞ്ഞിട്ടും ചെയ്തതിന് ശേഷവും എൻ്റെ മനസ്സ് പീസ്ഫുള്ളായിരുന്നോ? ഞാൻ സന്തോഷവാനാണോ? എനിക്ക് സുഖമുണ്ടോ? അവർക്കും സുഖമുണ്ടോ? സന്തോഷമുണ്ടോ? അവർക്ക് തിരുത്താൻ കഴിഞ്ഞോ? ചില കുട്ടികൾ നമ്മളോട് വന്ന്, നമ്മുടെ മക്കളായാലും ചിലപ്പോൾ പറയില്ല, അമ്മ എന്നെ 2 വഴക്ക് പറഞ്ഞോളൂ. അതിൻ്റെ അർത്ഥം എന്താ? നമ്മളത് പറയുമ്പോൾ അവർക്കതിൽ നിന്ന് നമ്മളോട് വെറുപ്പില്ല, അവർക്ക് തിരുത്താൻ പറ്റുന്നുണ്ട് അല്ലേ. അവിടെ റോങ് നെഗറ്റീവ് എനർജി സ്പ്രെഡായില്ല എന്നർത്ഥം. അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന റൈറ്റാണോ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് റോങ് ആണോ അല്ലേ. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ബോധത്തെ ഉപയോഗിക്കുക. ബോധം ആക്ടിവേറ്റായി. ഇല്ലെങ്കിൽ എന്ത് പറയും? അറിയാതെ പറഞ്ഞുപോയി, അറിയാതെ ചെയ്തു പോയി എന്ന് പറയുമ്പോഴാണ് എന്ത് പറയുക? ബോധമില്ലാതെ പെരുമാറി. അപ്പോൾ ബുദ്ധി വേറെ. നമ്മൾ സാധാരണ പറയണ സ്കൂളിൽ പഠിക്കാൻ, കോളേജിൽ പഠിക്കാൻ, ജോലി ചെയ്യാൻ, പ്രൊഫഷണലിസത്തിന് വേണ്ടുന്ന ബുദ്ധി വേറെ, പഠിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷേ അതിനോടൊപ്പം എന്ത് വേണം? ബോധവാന്മാരാകണം. ബോധം ഉദിച്ചത് കൊണ്ടാണ് ബുദ്ധൻ എന്ന് പറയാൻ കാരണം. ബോധം ഉദിച്ചു. അതിന് മുമ്പും ബുദ്ധനുണ്ട് അല്ലേ. സിദ്ധാർത്ഥ രാജകുമാരനുണ്ട്. അദ്ദേഹം കഴിവുള്ള ആളായിരുന്നു, മിടുക്കനായ രാജാവായിരുന്നു. പക്ഷെ ബോധം ഉദിച്ചതെപ്പോഴാണ്? അല്ല, ബോധിവൃക്ഷ ചുവട്ടിലിരുന്ന് തപസ്യയ്ക്ക് ശേഷമാണ്. അന്ന് മുതലാണ് ബോധോദയം ഉണ്ടായ ആൾ എന്ന അർത്ഥത്തിൽ ബുദ്ധിവാനെന്ന് പറഞ്ഞിരിക്കണം. അപ്പം നമ്മുടെ ആത്മാവിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവയവം, സൂക്ഷ്മ അവയവം, നമ്മുടെ ഏറ്റവും നല്ല മിത്രം, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ബുദ്ധിയുടെ ആധാരത്തിലാണ്. നിർണയം ശരിയായിരിക്കണം,
ജഡ്ജ്മെൻറ്റ് ശരിയായിരിക്കണം. അതുകൊണ്ട് എന്ത് വേണം? ബുദ്ധിക്ക് ശക്തി പകരാൻ സർവശക്തിവാനിൽ കണക്ട് ചെയ്ത് ജീവിക്കണം. ഇനി മൂന്നാമത്തെ ആളാരാണ്? സംസ്കാരം. സംസ്കാരം നമ്മൾ പറയില്ലേ, ഒരു സംസ്കാരം ഇല്ല അവർക്ക്, സംസ്കാരശൂന്യനാ, എന്ത് സ്വഭാവ, എന്ത് ശീലമാ പറയാറില്ലേ? സംസ്കാരം കണ്ടില്ലേ, റൗണ്ട് റൗണ്ട് റൗണ്ടായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എൻ്റെ അർത്ഥം എന്താ? ലെയേഴ്സ് ലെയേഴ്സ്, മേലെ മേലെ മേലെ, പാട പോലെ, ഒന്നിൻ്റെ മേലെ ഒന്നിൻ്റെ മേലെ ഒന്നിൻ്റെ മേലെ, വൃത്തങ്ങളുടെ മേലെ വൃത്തങ്ങൾ. എങ്ങനെയുണ്ടാവണേ? മനസ്സ് സങ്കല്പിച്ച്. ഇന്ന് നോക്കൂ, നമ്മളെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, ഒരു സിഗരറ്റ് തന്നു, സിഗരറ്റ് ഉപയോഗിച്ചു. ആദ്യം ഉപയോഗിക്കുമ്പോൾ ഒറ്റയടിക്ക് അങ്ങ് വായിൽ വെക്കില്ല അല്ലേ, ബുദ്ധിയൊന്ന് ഇടപെടും. സിഗരറ്റ് ദോഷമാണ്, അച്ഛനെങ്ങാനും അറിഞ്ഞ്, ആരെങ്കിലും അറിഞ്ഞ്, അത് സിഗരറ്റാകട്ടെ, കള്ളാകട്ടെ, കഞ്ചാവാകട്ടെ, എന്ത് സാധനമാകട്ടെ, അത് പ്ലസ് ആയിട്ടുള്ള സാധനമാകട്ടെ, മോശമായൊരു സാധനമാകട്ടെ, ഏതുപയോഗിക്കുമ്പോഴും ആദ്യം ഫസ്റ്റ് ബുദ്ധി ഇടപെടും. അപ്പോൾ എല്ലാവരും കൂട്ടുകാരെന്താ പറയുക, എന്ന് സാരമില്ല, ആരും അറിയില്ല, അച്ഛനറിയില്ല, ആരും അറിയില്ല, കഴിച്ചു. എല്ലാവരുടെയും സപ്പോർട്ടിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു തവണ ഉപയോഗിച്ചു. ഒരു തവണ കണ്ടില്ല ആ ചിത്രം കറങ്ങണേ മനസ്സിൽ അല്ലേ? നമ്മുടെ എല്ലാവരും ചേർന്ന് പറഞ്ഞു, സങ്കല്പം വന്നു, നമുക്ക് ഉപയോഗിക്കാൻ തോന്നി. അപ്പോൾ എന്ത് ചെയ്തു? ബുദ്ധി ആദ്യം ഇടപെട്ടു. പക്ഷേ ബുദ്ധിയെ ഓവർകം ചെയ്തുകൊണ്ട് എല്ലാവരുടെയും കൂടെ പ്രഷറിൽ നമ്മൾ ഉപയോഗിച്ചു, വലിച്ചു, സിഗരറ്റ് കുടിച്ചു, ഒരു കർമ്മം ചെയ്തു. കർമ്മം ചെയ്യുമ്പോൾ എന്താകും? ആത്മാവിൽ അതിൻ്റെ ഒരു ഇംപ്രിൻ്റ് ഉണ്ടാവും, ഒരു പതിപ്പുണ്ടാകും. ആദ്യം സങ്കല്പം വന്നു, സിഗരറ്റ് വലിക്കണം, ബുദ്ധി ഇടപെട്ടു. എന്നിട്ടും ബുദ്ധിയെ ഓവർകം ചെയ്തിട്ട് എന്ത് ചെയ്തു? നമ്മൾ ഉപയോഗിച്ചു. ബുദ്ധി അടിച്ചവിടെ ഇരുത്തി, കുഴപ്പമില്ല, ആരും അറിയില്ല. കാരണം ബുദ്ധിക്ക് സ്ട്രോങ് അല്ല. അല്ലെങ്കിൽ എനിക്ക് ഒറ്റ തീരുമാനം മതിയായിരുന്നു, നോ. ആ നോ പറയാനുള്ള ശക്തിയില്ല ഇപ്പോൾ. കാരണം എന്താ? ബുദ്ധി ശക്തിഹീനനായിപ്പോയി. കാരണം ഈ ബാറ്ററിയിൽ ചാർജില്ല. റീചാർജ് ചെയ്ത് ഉപയോഗിക്കേണ്ട ബാറ്ററിയാണ്, റീചാർജബിൾ ബാറ്ററിയാണ്. പക്ഷെ നമ്മൾ ചാർജ് ചെയ്യുന്നില്ല കാലാകാലങ്ങളായിട്ട്. അതുകൊണ്ട് ബുദ്ധിക്ക് കൂടുതൽ ഇടപെടാൻ പറ്റണില്ല. അപ്പോൾ കർമ്മം ചെയ്തു, ഇന്ന് ഉപയോഗിച്ചു, നാളെയും അതേ സമയത്ത് കിട്ടി. എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല, ആരെങ്കിലും കൊണ്ടുവന്ന് തന്നു, അടുത്ത ദിവസവും കിട്ടി. അങ്ങനെ റെഗുലറായിട്ട് ഒരു 10-21 ദിവസമെങ്കിലും നമ്മൾ തുടർച്ചയായിട്ട് ഒരു കാര്യം, ഒരു കർമ്മം ചെയ്യുമ്പോൾ അതെന്താകും? ശീലമായിട്ട് മാറും. ഇതിൻ്റെ മേലെ 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 കറങ്ങുന്ന കണ്ടില്ലേ, പതിപ്പുകൾ ഇങ്ങനെ ആത്മാവിൽ ലെയർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിനെയാണ് എന്ത് പറയുക? ആ പതിപ്പുകൾ പതിഞ്ഞു കഴിഞ്ഞാൽ ആ ഇംപ്രഷൻസ് വീണ്ടും എന്ത് ചെയ്യും അല്ലേ? മനസ്സിൽ തോന്നൽ വന്നു, ചെയ്തു, ആ ഇംപ്രഷൻ വീണ്ടും മനസ്സിന് തോന്നൽ കൊടുക്കും. ഇതിലെന്ത് പതിഞ്ഞോ, ഈ പതിഞ്ഞ ലെയറുകൾ വീണ്ടും നമ്മളെ ഫോഴ്സ് ചെയ്യും. പറയില്ലേ, ശീലിച്ചതേ പാലിക്കൂ, പഴഞ്ചൊല്ലുകൾ പറയില്ലേ, ശീലമായി. ആ ശീലം പിന്നെ തോന്നലുണ്ടാക്കി തരും മനസ്സിന്. പിന്നെന്ത് സംഭവിക്കും? നമുക്കത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. സംസ്കാരം ഇത്രയും നമ്മുടെ ഉള്ളിൽ പതിഞ്ഞു കഴിയും അല്ലേ? ഇപ്പോൾ പുകവലി തന്നെ നോക്കിക്കോളൂ, അല്ലെ മദ്യം നോക്കൂ, ആ നിക്കോട്ടിൻ്റെ അളവ് സിഗരറ്റിലെ അല്ലെങ്കിൽ മദ്യത്തിൽ നമ്മുടെ ശരീരത്തിലുണ്ടാക്കിയ കെമിക്കൽസ് ഇത്രയും ബോഡിയിലായി കഴിയുമ്പോൾ ആത്മാവിൽ ശീലവുമായി, ബോഡിയിൽ ആ കെമിക്കൽസുമായി, ബോഡിയും നമ്മളെ പ്രഷർ ചെയ്യും, കൊണ്ടുപോവാ. എവിടെങ്കിലും പോയി പൈസ ഉണ്ടാക്കിപ്പോയി കള്ള് വാങ്ങിയിട്ട് വരും, സിഗരറ്റ് വാങ്ങിയിട്ട് വരും. എന്താ കാര്യം? ആരും കാണാതെ, അച്ഛനും അമ്മയും കാണാതെ മൊബൈൽ ഓടിപ്പോയി എടുക്കും. കാരണം നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, ഇത് കളിച്ച് ശീലമായി. ആരും കാണാതെ എവിടെങ്കിലും പോയിരുന്ന് ചെയ്യും. ശീലം നമ്മളെ ഫോഴ്സ് ചെയ്യും വീണ്ടും കർമ്മം ചെയ്യാൻ, മനസ്സിന് തോന്നൽ കൊടുക്കും. അപ്പോൾ വീണ്ടും ചെയ്യും, അപ്പോൾ വീണ്ടും അടുത്ത ലെയർ വരും, വീണ്ടും ചെയ്യും, വീണ്ടും അടുത്ത ലെയർ വരും. അങ്ങനെ സംസ്കാരം ഉറച്ചു കഴിയുമ്പോൾ എന്താവും? മേലെ മേലെ നമ്മുടെ മനസ്സിനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ മനസ്സ് ഉടനെ മനസ്സിൽ തോന്നുന്നത് നമ്മൾ ചെയ്തു തുടങ്ങും. പിന്നെ ബുദ്ധി ഇടപെടുക പോലും ഇല്ല. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇത് മോശശീലമാണെന്നോ, ഇതെനിക്ക് അനാരോഗ്യം ഉണ്ടാക്കുന്നോ, ഇതിലൂടെ എനിക്ക് ദുഃഖമാണെന്നോ, എൻ്റെ കുടുംബത്തിന് ദുഃഖമാണെന്നോ, ഇത്രയും പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും ബുദ്ധിക്ക് ചിന്തിക്കാൻ പോലുമുള്ള കഴിവില്ലാണ്ടാകും. ബോധമില്ലാതെ പെരുമാറി. നമ്മൾ പറയില്ലേ, ഇത്രയെങ്കിലും ബോധം വേണ്ടേ? അപ്പം നമ്മൾ എന്ത് ചെയ്യും? അവരുടെ മദ്യപാനം മാറ്റാൻ വേണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യും, ഏതെങ്കിലും സ്ഥലത്ത് ഇഞ്ചക്ഷൻ കൊടുക്കും, 10-20 ദിവസം മാറ്റി നിർത്തിയാൽ മാറ്റാൻ പറ്റുമെന്ന് പറയും. ഒരു മനുഷ്യൻ തന്നെ തെറ്റ് ചെയ്താൽ എന്താ ചെയ്യുക അല്ലെ? ശിക്ഷയ്ക്ക് വേണ്ടിയിട്ട് ജയിലിൽ കൊണ്ടുപോയി 1 വർഷമോ 10 വർഷമോ തടവിനെന്തിനാ ഇടണേ?
അയാൾ അവിടെ ആ തടവിൽ കിടക്കുമ്പോൾ പുറത്ത് വിട്ടാൽ എന്താവും? വീണ്ടും വീണ്ടും ആ മോഷണം ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കൊലപാതകം പലത് ചെയ്യും. 10 വർഷം അയാൾക്ക് ജയിൽ ശിക്ഷ കൊടുക്കുന്നതിൻ്റെ കാരണം തന്നെ എന്താ? 10 വർഷം അവിടെ കിടക്കുമ്പോൾ അയാൾക്ക് ഈ തെറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, വീണ്ടും വീണ്ടും ചെയ്യാനുള്ള അവസരം ഇല്ലാണ്ടാക്കുക. സ്ഥൂലമായ രീതിയിൽ പോലും സ്ഥൂലമായിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ചെയ്യാൻ പറ്റുന്നത് എന്താ? മനസ്സിൽ കിടന്ന് ചിന്തിക്കുന്ന കാര്യം മാത്രമേ നടക്കൂ, പക്ഷെ കൈകാല് കൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചെയ്യാതെ 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 ഇവിടെ ആ ഇംപ്രിൻ്റ് അല്ലേ, ചെയ്യാതിരുന്ന് തെറ്റ് ചെയ്യാതിരുന്ന് ആ ഇംപ്രിൻ്റ് നമ്മുടെ ഉള്ളിൽ ലെയർ ഉണ്ടാക്കി തെറ്റിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശിക്ഷ പോലും നമുക്ക് തരണം. അല്ലാതെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മോശക്കാരിയല്ല. നമ്മുടെ സ്കൂളിൽ നമ്മളെ കൊണ്ട് എംപോസിഷൻ എഴുതിക്കുമായിരുന്നില്ലേ? ഒരു കാര്യം അല്ല 100 തവണ എഴുതിയിട്ട് വരും തെറ്റിക്കഴിഞ്ഞാൽ. കാരണം എന്താ? അത് എഴുതും തോറും ഇവിടെ പതിയും. നമ്മൾ വിചാരിക്കും ടീച്ചർ എനിക്ക് ശിക്ഷ തരാമെന്ന്. ശിക്ഷയല്ല, ഇവിടെ പതിപ്പിക്കാനാണ്. ആവർത്തിച്ച് എഴുതുമ്പോൾ ഇവിടെ അല്ലേ ഓർമ്മ വേഗം ഉണർത്തി തരാൻ വേണ്ടി അവർ നമ്മളെ സഹായിക്കുക ചെയ്തിരുന്നത്. പക്ഷേ എംപോസിഷൻ തരുമ്പോൾ നമുക്ക് ടീച്ചറിനോട് പലപ്പോഴും ദേഷ്യം തോന്നിയിട്ടുണ്ട് അല്ലേ? അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? സംസ്കാരത്തിൽ നമുക്ക് പരിവർത്തനം കൊണ്ടുവരാൻ കഴിയും. അതാണ് ഈ ചിത്രം കാണിച്ചിരിക്കുന്നത് അല്ലേ? കള്ളു കുടിച്ചു, ഉപയോഗിച്ചു, അപ്പോൾ ഒരു സന്തോഷം വന്നു അല്ലേ? പിന്നെ നമ്മൾ തീരുമാനിച്ചു കളയണമെന്ന് തീരുമാനിക്കുമ്പോൾ എന്താവും? ഒരു സമ്മർദ്ദം ഉണ്ടാവും. ശരീരത്തിൻ്റെ ഒരു സമ്മർദ്ദം ഉണ്ടാവും, മനസ്സിൻ്റെ ഉണ്ടാവും. അതുകൊണ്ട് ഈ മദ്യപാനികളൊക്കെ പറയില്ല, എനിക്ക് ആഗ്രഹമുണ്ട്. വീട്ടിലെല്ലാവരും പറയാറില്ലേ, എനിക്ക് നുണ പറയുന്ന ശീലം മാറ്റണം എന്നുണ്ട്, പക്ഷേ അറിയാതെ പിന്നെ വന്നു പോവുക. പല മോശശീലങ്ങളും നമുക്ക് എല്ലാവർക്കും, ദേഷ്യപ്പെടാൻ നമുക്ക് ആർക്കും ഇഷ്ടമില്ല, മാറ്റണം എന്നുണ്ട്, പക്ഷേ എനിക്ക് പറ്റണില്ല. മാറ്റണം എന്ന് വിചാരിക്കുമ്പോൾ എന്താണ്? മനസ്സിനും ശരീരത്തിനും ഒരു സമ്മർദ്ദം ഉണ്ടാകും. ആ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. അപ്പം നമുക്കിന്ന് മനസ്സിലാക്കേണ്ട ഈ കർക്കിടകത്തിൽ നമുക്ക് എടുക്കേണ്ട വ്രതം എന്താണെന്നറിയോ? നമുക്ക് ഏതൊരു ശീലവും പരിവർത്തനം കൊണ്ടുവരുന്ന സമയത്ത്, ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ, കംഫർട്ട് സോണിലാണ് നമ്മൾ ഇരുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, രാവിലെ തണുപ്പാ, സുഖമായിട്ട് ഉറങ്ങാം, ഒരു കംഫർട്ട് സോണാണ്. ഞാൻ രാവിലെ 8 മണിക്ക് എഴുന്നേക്കുള്ളൂ, ഡെയിലി ശീലമായി, കംഫർട്ട് സോണാണ്. ദിവസവും കള്ളു കുടിച്ചു, അല്ലെങ്കിൽ സിഗരറ്റ് ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഗെയിം കളിച്ചു, കംഫർട്ട് സോണിലായിപ്പോയി നമ്മൾ. അതിന്ന് പുറത്തേക്ക് വരുമ്പോൾ അച്ഛനമ്മ എല്ലാവരും, നാട്ടിലെല്ലാവരും ചേർന്ന് നമ്മളോട് പറഞ്ഞു എന്നിരിക്കട്ടെ, ഇത് മോശമാണ്, നിനക്ക് ദോഷം ചെയ്യും, ഇതിലൂടെ ഇങ്ങനെ ഉണ്ടാകും. നമ്മൾ കേൾക്കുകയില്ല, എടുക്കുകയില്ല. ആരൊക്കെ പറഞ്ഞാലും എടുക്കില്ല. കാരണം നമ്മൾ മനസ്സിൽ തോന്നുന്നതേ ചെയ്യുള്ളൂ. കാരണം ബുദ്ധി നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ആ സമയത്ത് ഒരു സ്ട്രെസ് ഫീലിംഗ് ഉണ്ടാവും. അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരുന്നത്. ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് ഒരു ഡിവൈൻ സോണിലേക്ക് ഒരു പരിവർത്തനം നമുക്കുണ്ടാകണമെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു സ്ട്രെസ് സോണുണ്ട്. നിങ്ങൾ ഈ കഴുകൻ്റെ കാര്യം കേട്ടിട്ടുണ്ടാവും. അതിന് 150ഓളം വയസ്സ് ആയുസ്സുണ്ട്. പക്ഷേ ഒരു പകുതി വയസ്സ് കഴിയുമ്പോൾ അതിൻ്റെ കൊക്ക് വളയും, തൂവലൊക്കെ കൊത്തിപ്പറിച്ച് കളഞ്ഞ് പുതിയതുണ്ടാക്കണം, അല്ലെങ്കിൽ അതിന് ഇര പിടിക്കാൻ പറ്റില്ല. പക്ഷേ അതിന് വേണ്ടിയിട്ട് അതെന്ത് ചെയ്യും? ഏതെങ്കിലും ദൂരെ മേലെ പോയിരിക്കും. എന്നിട്ട് സ്വയം ആ കൊക്ക് തല്ലി പൊട്ടിച്ച് കളഞ്ഞിട്ട് പുതിയതുണ്ടാകണം. തൂവലൊക്കെ കൊത്തി എടുത്ത് കളഞ്ഞ് പുതിയ തൂവൽ വരണം. എന്നാലേ വീണ്ടും അതിന് അടുത്തൊരു 75 വർഷം ജീവിക്കാൻ പറ്റും. പക്ഷെ അതിന് കുറച്ച് പെയിൻഫുള്ളാണ് ആ സമയത്ത്. പക്ഷെ ആ പെയിൻ സഹിച്ച് അത് ട്രാൻസ്ഫോർമേഷന്, പരിവർത്തനത്തിന് വിധേയമാകും. എന്നാലേ അടുത്ത 75 വർഷം ജീവിക്കാൻ പറ്റൂ. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഈ സത്സംഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്നതൊക്കെ ചെയ്തും പറഞ്ഞും ജീവിതത്തിലുണ്ടായ എന്തെല്ലാം കഷ്ടങ്ങളും നഷ്ടങ്ങളും മോശശീലങ്ങളും മോശ സ്വഭാവങ്ങളും സംസ്കാരങ്ങളും ഉണ്ടോ, അതിൽ നിന്ന് ആ കംഫർട്ട് സോൺ നമുക്ക് ഫീൽ ചെയ്യാണ്. പക്ഷെ അതിലൂടെ നമുക്ക് ദോഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, ഒരു മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആഗ്രഹിക്കാത്ത ആരുമില്ല, ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങളെല്ലാവരും ഈ മഹാസത്സംഗത്തിൽ എത്തിയിരിക്കണേ. തീർച്ചയായും ഈ മഹാസത്സംഗം തന്നെ നമുക്കെല്ലാവർക്കും ആ ഒരു പരിവർത്തനത്തിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഡിവൈൻ സോണാണ്. അപ്പം നമ്മളെല്ലാവരും എവിടെ എത്തിയിരിക്കുകയാണ്? ദിവ്യമായൊരു ഡിവൈൻ സോണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് എന്താ ഹെൽപ്പ് കിട്ടണമെന്നറിയോ? നമുക്ക് പൊതുവേ ഇപ്പോൾ മദ്യപാനം മാറ്റാൻ വേണ്ടി ഒരാൾക്ക് കൊണ്ട് ഇഞ്ചക്ഷൻ കൊടുത്ത് ഹോസ്പിറ്റലിൽ ചികിത്സിച്ച് മാറ്റാൻ ശ്രമിച്ചാൽ പോലും
അവിടെ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ മാറുന്നത് കാണാം, വീണ്ടും കള്ളുകുടിക്കുന്ന ശീലത്തിലേക്ക് പോകുന്നത് കാണാം. പക്ഷേ നമുക്ക് ഈ സത്സംഗമാകുന്ന ഡിവൈൻ സോണിൽ നമുക്ക് പരിവർത്തനപ്പെടാൻ കഴിയും ഈസിയായിട്ട്. എന്താ കാരണം എന്നറിയോ? ആ പരിവർത്തനം നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്സ് നമുക്കിവിടെ ഫീൽ ചെയ്യില്ല. എന്താ കാര്യം? ഈ മഹാസത്സംഗത്തിലിരിക്കുമ്പോൾ നമ്മളെപ്പോലെയുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് പേരുടെ സാന്നിധ്യം, സാമീപ്യം, ഇത്രയും പോസിറ്റീവ് എനർജി. ഇപ്പം തന്നെ നോക്കൂ, നമ്മൾ 1000-ൽ കൂടുതൽ പേര് ലൈവായിട്ടിരിക്കുകയാണ് ഇപ്പോൾ, അല്ലേ? ആയിരക്കണക്കിന് പേര് ലൈവിലിരുന്ന് ഈ പ്രോഗ്രാം കാണുമ്പോൾ ഇത്രയും പേരുടെ പോസിറ്റീവ് ചിന്താഗതികളുടെ, പോസിറ്റീവ് എനർജിയുടെ ഒരു സപ്പോർട്ടുണ്ട്. പ്ലസ് നമ്മളോടൊപ്പം വളരെ കാലങ്ങളായിട്ട് ഓരോ ദിവസം ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്തിനാണ് കേൾപ്പിച്ച് തരുന്നത്? നമ്മളെപ്പോലെയുള്ള അനേകർ വീടുകളിലിരുന്ന് ജോലികൾ ചെയ്ത് എല്ലാം ചെയ്തുകൊണ്ടും ഈ ആധ്യാത്മിക സത്സംഗത്തിലൂടെ, മെഡിറ്റേഷൻ പരിശീലിക്കുന്നതിലൂടെ അവരുടെ ജീവിതത്തിലുണ്ടായ പരിവർത്തനത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അതും നമുക്ക് വീണ്ടും എന്ത് ചെയ്യാണ്? നമുക്ക് ഈ കംഫർട്ട് സോണിലേക്ക് നിന്ന് ഡിവൈൻ സോണിലേക്ക് വരാൻ നമുക്കൊരു പ്രചോദനമായിട്ട് മാറാണ്. നമുക്ക് ഇൻസ്പിറേഷൻ നൽകുകയാണ്, പോസിറ്റീവ് എനർജി നമുക്ക് നൽകുകയാണ്. പിന്നെയോ അടുത്തത് എന്താണ്? ഇവിടെ നമ്മൾ ഈ മഹാസത്സംഗത്തിൽ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ നമുക്ക് മെഡിറ്റേഷൻ പഠിക്കാം. മെഡിറ്റേഷനിൽ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും കൂടെ ഒരുമയാണ്. മനസ്സും ബുദ്ധിയും. നമ്മളാരെങ്കിലും കാണുമ്പോൾ ഇങ്ങനെ നമസ്കരിക്കാറില്ലേ? മനസ്സ് ബുദ്ധി ചേരുമ്പോൾ എന്താകും? നമുക്ക് ഏകാഗ്രതയുണ്ടാവും. മനസ്സൊരു സങ്കല്പം രചിക്കുക, ബുദ്ധി. നമ്മളിന്ന് കുറച്ച് മുമ്പ് മെഡിറ്റേഷൻ ചെയ്തില്ലേ? ഞാൻ ഒരു ശാന്ത സ്വരൂപ ആത്മാവാണ്, എനിക്ക് ശാന്തിയുടെ ഫീലിംഗ് ചെയ്യണം. അപ്പം ശാന്തി അനുഭവിക്കണം. ഈ സങ്കല്പം മനസ്സ് രചിച്ചു, അപ്പോൾ ബുദ്ധി അതിനോടൊപ്പം സപ്പോർട്ട് ചെയ്യണം. യെസ്, എനിക്കതിൻ്റെ അനുഭവം വേണം. അപ്പോൾ എന്താകും? മനസ്സ് ശാന്തിയുടെ ഊർജം ഫീൽ ചെയ്യുമ്പോൾ ബുദ്ധിക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടും. ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്തു, ഇപ്പം 4ാമത്തെ ദിവസവും നിങ്ങളെല്ലാവരും എന്തുകൊണ്ടാണ് എത്തിയത്? ഈ 4 ദിവസവും നിങ്ങൾക്ക് ഈ സത്സംഗത്തിലിരുന്നപ്പോൾ എന്ത് കിട്ടിയോ, മനസ്സിന് കിട്ടിയ സുഖം, അത് ബുദ്ധിയുടെ അടുത്തേക്ക് വരികയാണ് എക്സ്പീരിയൻസുകൾ. ആ ബുദ്ധിയിൽ നിന്ന് ഓരോ അനുഭവങ്ങളും എന്തു ചെയ്യും? പതുക്കെ നമ്മുടെ സംസ്കാരത്തിലേക്ക് പോകും. സംസ്കാരത്തിൽ ലെയർ ഉണ്ടാക്കും. അപ്പം 4 ദിവസം കൊണ്ടൊരു പുതിയ ലെയർ ഉണ്ടായി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് നാളെ 5ാമത്തെ ദിവസത്തേക്ക് നമ്മളെ വീണ്ടും, നമുക്ക് സമയമില്ലെങ്കിൽ പോലും എന്തെങ്കിലും തിരക്കിൽപ്പെട്ടാലും 6:30 ആകുമ്പോഴേക്കും നിങ്ങളെല്ലാം ഒതുക്കി വെച്ച് ഓടി എല്ലാ കാര്യങ്ങളും, ഇപ്പം എക്സ്ട്രാ സമയം ഉണ്ടായിട്ടല്ല നിങ്ങളെല്ലാവരും ഈ 1 മണിക്കൂർ 1.5 മണിക്കൂർ സത്സംഗത്തിൽ ഇരിക്കണം, ആണോ? രാവിലെ മുതലേ നിങ്ങൾ പ്ലാൻ ചെയ്യുക, എനിക്ക് വൈകുന്നേരം സത്സംഗം കേൾക്കണം. അതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ഒതുക്കുന്ന. എന്താ കാര്യം? നമുക്ക് ഈ 4 ദിവസം കൊണ്ട് കിട്ടിയ അനുഭൂതികൾ നൽകുന്ന പ്രേരണയാണ്, അല്ലേ? അപ്പം നമുക്കിവിടെ മെഡിറ്റേഷൻ പഠിക്കുന്നത് കൊണ്ട് മെഡിറ്റേഷനിലൂടെ അനുഭവം സ്വയം എക്സ്പെരിമെൻ്റ് ചെയ്യാണ് നമ്മൾ. സിസ്റ്റർ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ ശരീരമല്ല ഒരാത്മാവാണ്. കാരണം സിസ്റ്റർക്ക് ഈ അറിവ് പരമാത്മാ നൽകി, ഭഗവാൻ നൽകിയത് പ്രാക്ടീസ് ചെയ്തപ്പോൾ ഫീൽ ചെയ്തു ഞാനൊരാത്മാവാണ്. അനുഭവമാകി ശാന്തസ്വരൂപമാണ് ഞാൻ. ശാന്തിയിൽ ഇത്രയും ശക്തിയുണ്ട്. കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ തുടങ്ങി ശാന്തിയുടെ ശക്തി. അപ്പം എന്തായി? നിങ്ങളെ പോലെയുള്ള എല്ലാ സഹോദരാത്മാക്കളും ഭഗവാന്റെ എല്ലാ മക്കൾക്കും ഈ സന്ദേശം അറിയിക്കണം. നിങ്ങൾക്കിതിലൂടെ കിട്ടുന്ന സുഖമാണ് സിസ്റ്റർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സാലറി. ബാക്കി നമ്മളെല്ലാവരും നിങ്ങൾക്കറിയാമല്ലോ വോളണ്ടറി സർവീസാണ്. ഇവിടെ മറ്റൊരു സാലറിക്കോ പേരിനോ പ്രശസ്തിക്കോ അല്ലെങ്കിൽ കുറേ മെമ്പർഷിപ്പ് ഉണ്ടാക്കാനോ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ സത്സംഗം നടത്തണേ. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് കിട്ടിയ അനുഭവം മറ്റുള്ളവർക്ക് നല്ലത്. കാരണം ഒരു നല്ല സാധനം ഒരു കടയിൽ പോയി വാങ്ങിയാൽ പോലും നമ്മളെല്ലാവരും എന്താ ചെയ്യുക? ആദ്യം വീട്ടിൽ വന്ന് എല്ലാവരോടും പറയും, ഫോൺ വിളിച്ച് ബന്ധുക്കളോടെല്ലാം പറയും, അറിയോ ഇന്ന കടയിൽ ഇന്ന് നല്ല സാധനം കിട്ടും, നല്ല ക്വാളിറ്റിയുള്ള സാധനം. അയൽക്കാരോടെല്ലാം പറയില്ലേ? അതേപോലെയാണ് ഈശ്വരീയ സേവനങ്ങൾ ഈ സത്സംഗത്തിലൂടെ നടക്കണേ. അപ്പം നമുക്ക് സത്സംഗവും പ്ലസ് മെഡിറ്റേഷൻ്റെ ഗുണം എന്താണ്? ബുദ്ധിക്ക് ശക്തി കിട്ടും. കാരണം സർവശക്തിവാനുമായിട്ടാണ് നമ്മൾ കണക്റ്റ് ആകണേ. അപ്പം നമ്മുടെ ഈ ബാറ്ററി റീചാർജ് ആകാൻ തുടങ്ങും. റീചാർജബിൾ ബാറ്ററി റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ നമ്മൾ ആരംഭിക്കാം. പിന്നെന്താ? നമുക്ക് സത്സംഗവുമായി കണക്റ്റഡ് ആയിരിക്കുമ്പോൾ അടുത്ത ഗുണം എന്താണ്? നല്ല ആൾക്കാരുടെ ഒരു കൂട്ടുകെട്ട്. സത്സംഗമാണ് നന്മയിലേക്ക്, അല്ലേ? ഒരു ഡിവിനിറ്റി ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഒരു പരിവർത്തനം ആഗ്രഹിക്കുന്നവരുടെ
ഒരു കൂട്ടായ്മ നമുക്ക് കിട്ടാൻ. വീട്ടിൽ പോലും നമ്മൾ ഒരാളെ കേൾക്കുന്നുള്ളെങ്കിലും പക്ഷേ ഈ മഹാസത്സംഗത്തിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലൊരു വലിയ കുടുംബത്തിൻ്റെ ഭാഗമാണ് നമ്മൾ, അല്ലേ? അതും നമുക്ക് എക്സ്ട്രാ എനർജി തരും. പിന്നെയും ഈ ഈശ്വരീയ എനർജി അടുത്തത് എന്താണ്? നമ്മൾ എത്രയോ പേര്, ലക്ഷക്കണക്കിന് പേരുണ്ട് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ നിത്യ സത്സംഗം കേൾക്കുന്നവർ, ഡെയിലി മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നവർ, ലക്ഷക്കണക്കിന് പേരുടെ എത്രയോ ബാഡ് ഹാബിറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ നമ്മുടെ ഒരു സഹോദരൻ പറയായിരുന്നു, സിസ്റ്ററെ ഞാൻ ക്ലാസ് കേൾക്കാൻ വരുമ്പോൾ എനിക്ക് ആകെ 10-20 വയസ്സേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ എനിക്ക് ത്രില്ലായിരുന്നു സിനിമയും സിനിമാ പാട്ടും. ഒരു ദിവസം 2-3 സിനിമ കാണുന്ന ശീലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ക്ലാസ് കേൾക്കാൻ തുടങ്ങിയപ്പോൾ 7 ദിവസത്തെ ക്ലാസ് കേട്ട് കഴിഞ്ഞ് സെൻറ്ററിൽ സിസ്റ്റേഴ്സ് ഡെയിലി ഞാൻ വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ടാണ് വരണേ. അപ്പോൾ എന്തെങ്കിലും ഈശ്വരീയ സേവനങ്ങൾ പറയും. സിസ്റ്റർ ഒരു സേവ പറയുമ്പോൾ ആ സേവനം ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ആ സേവനത്തിൽ നിന്ന് സന്തോഷം കിട്ടാൻ തുടങ്ങി. അപ്പോൾ കൂട്ടുകാരന്മാർ വിളിക്കും ഫോണിൽ, വാ ഇടാ, എന്താ നീ വരാത്തെ, സിനിമയ്ക്ക് പോകുമ്പോൾ സമയമായില്ലേ? പക്ഷേ അപ്പം ഞാൻ പറയും അവരോട് നാളെ വരാം. പക്ഷേ നാളെ സെൻറ്ററിൽ വരുമ്പോൾ വീണ്ടും എനിക്ക് അടുത്ത സേവനം കിട്ടും. അപ്പോൾ വീണ്ടും അവർ വിളിക്കുമ്പോൾ ഞാൻ പറയും നാളെ വരാം. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്നെ കാണാതായപ്പോൾ അവർ വിളിക്കാതായി. പിന്നെ 6 മാസം 1 വർഷം കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ 6 മാസമായിട്ട് ഞാൻ സിനിമ കണ്ടിട്ടില്ലേ, 1 വർഷമായിട്ട് ഞാൻ സിനിമ കണ്ടിട്ടില്ലേ, പക്ഷേ ഞാൻ സിനിമ കണ്ടിട്ടില്ലേ എന്നോ അല്ലെങ്കിൽ എനിക്ക് സിനിമ കാണണമെന്നുള്ള തോന്നൽ വന്നില്ല. ഒരു നാച്ചുറലി ഞാൻ സിനിമ വേണ്ടാന്ന് വെച്ചതല്ല, മനഃപൂർവ്വം കാണണ്ട പറഞ്ഞിട്ട് എന്നെ അടച്ച സെൻറ്ററിൽ ആരും എന്നോട് പറഞ്ഞില്ല കാണരുതെന്ന്. പക്ഷേ എനിക്ക് ഈശ്വരീയ സേവനങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ, ജനമംഗള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കിട്ടിയ ഈശ്വരീയ സുഖം, ആത്മീയ സുഖം, ആത്മീയ ആനന്ദം. കാരണം ഈ സുഖത്തിനും ആനന്ദത്തിനും ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ 7 ഗുണങ്ങൾ, ആത്മാവിൻ്റെ 7 ഗുണങ്ങൾ തേടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇതുവരെ ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് ഓടിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ സാധനങ്ങളെല്ലാം എൻ്റെ ഉള്ളിലുള്ള സാധനമാണ്. ഞാൻ അകത്തേക്ക് നോക്കാൻ തുടങ്ങിയപ്പോൾ, സത്സംഗം കേൾക്കാൻ തുടങ്ങിയപ്പോൾ, മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ, ജീവിതത്തെ ശുദ്ധീകരിക്കാൻ മര്യാദകൾക്കുള്ളിലൂടെ പോകാൻ തുടങ്ങിയപ്പോൾ, ഈശ്വരീയ സേവനങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ പുറത്ത് തേടിയിരുന്ന സാധനങ്ങളെല്ലാം എനിക്ക് ഒരു ചില്ലിക്കാശിൻ്റെ ചിലവില്ലാതെ അകത്ത് കിട്ടാൻ തുടങ്ങി, സദാകാലത്തേക്ക് കിട്ടാൻ തുടങ്ങി. മറ്റേതെന്താ, വ്യക്തിയും വസ്തുവിനെയും ഡിപ്പെൻഡ് ചെയ്ത സുഖമായിരുന്നു. കഴിച്ചാൽ സുഖം, 4 വട കഴിച്ചാൽ ഇന്ന് രസമാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് നാളെ 4-ന് പകരം 6 വട കഴിച്ചാലേ സമാധാനം ഉണ്ടാവുള്ളൂ. പക്ഷെ അതെൻ്റെ ശരീരത്തെ കേടുവരുത്തുമല്ലോ. അത് ബുദ്ധിപരമായ തീരുമാനമല്ല, മനസ്സ് തോന്നിപ്പിക്കും വട കഴിക്കാൻ, പക്ഷെ അതെന്നെ ഹെൽത്തി ആക്കില്ല, അതിന് ബുദ്ധി ഇടപെടണം. പക്ഷേ എനിക്ക് നാവിന് അടിമയാകാൻ പറ്റില്ല, രുചിക്ക് അടിമയാകാൻ പറ്റില്ല. പക്ഷേ എനിക്ക് വട കഴിച്ചാലേ സന്തോഷം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാലോ ശരീരം അപ്പോഴത്തേക്ക് കേടുവന്നുണ്ടാവും. സന്തോഷം ഇതിലല്ല ഞാൻ കണ്ടെത്തേണ്ടത്. ഭക്ഷണം എന്തിനുള്ളതാ? ഊർജത്തിനാ, ശരീരത്തിൻ്റെ നിലനിൽപ്പിനാ. പക്ഷേ എനിക്ക് സന്തോഷം കണ്ടുപിടിക്കാനുള്ള സാധനമല്ല ഭക്ഷണം, എനിക്ക് സന്തോഷം തരാനുള്ള സാധനമല്ല മദ്യം, സന്തോഷം തരാനുള്ള സാധനമല്ല സിഗരറ്റ്, എനിക്ക് സന്തോഷം തരാനുള്ള സാധനമല്ല ഫോണ്, സന്തോഷം തരാനുള്ള സാധനമല്ല വേറെ ഈ ഞാൻ ഉപയോഗിച്ച് പുറത്തേക്ക് പോയി കണ്ടുപിടിച്ച സാധനം. സന്തോഷം എവിടെ കിടക്കുക? ഞാനാണ് സന്തോഷം. അപ്പം മനസ്സിലായില്ലേ? ആരാ ഞാൻ സന്തോഷമാണ്. അപ്പോൾ ഇന്നത്തെ ഗൃഹപാഠം എന്താണ്? നമുക്ക് എന്താ വേണ്ടത്? സുഖമാണോ വേണ്ടത്? ശാന്തിയാണോ വേണ്ടത്? സന്തോഷമാണ്? എനിക്കെന്താ വേണ്ടത്? നോട്ട് ഇന്ന് ഡയറിയിൽ എഴുതൂ. എനിക്കെന്താ വേണ്ടത്? എന്താ എൻ്റെ ഇച്ഛ? എന്തിനാണ് ഞാൻ തേടിക്കൊണ്ടിരിക്കണം? എന്തിനാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കണം പുറത്തേക്ക്? എന്ത് തേടിയിട്ടാ ഓട്ടം? എന്താണോ തേടുന്നത് ആ തേടുന്ന എല്ലാ സുഖങ്ങളും എവിടെയുണ്ട്? എവിടെയുണ്ട്? അത് ശാന്തിയാണോ, സുഖമാണോ, ആനന്ദമാണോ? അത് നിങ്ങൾ പർട്ടിക്കുലർ നോട്ട് ചെയ്യും, എന്നിട്ട് അതിൻ്റെ തന്നെ പ്രാക്ടീസ് ചെയ്യും. ശാന്തിയാണ് എനിക്ക് തേടുന്നതെങ്കിൽ ഞാനൊരു ശാന്ത സ്വരൂപ ആത്മാവാണ്, പ്രാക്ടീസ് ചെയ്യും. ശാന്തി നൽകുന്ന ഓരോ സങ്കല്പങ്ങൾ മനസ്സിൽ ഫീൽ ചെയ്ത് അല്ല, ഇന്നും ചെയ്തു, നാളെയും ചെയ്തു, മറ്റന്നാളും ചെയ്തു, തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ എന്താവും? അത് നമുക്ക് സുഖം തരും. അങ്ങനെയല്ലേ? നമ്മൾ വീട്ടിൽ തന്നെ നോക്കൂ, ഒരു നാരങ്ങയുടെ ഈ ചിത്രം എന്തിനാ കാണിച്ചിരിക്കുന്നത് മനസ്സിലായോ? നമുക്ക് ഈസി ആയിട്ട് ഈ അഭ്യാസം മെഡിറ്റേഷൻ ചെയ്യാം. നാരങ്ങ എടുത്ത് നമ്മളൊരാളോട് പറയാം, നാരങ്ങ എടുത്ത് മുറിക്കൂ, നാരങ്ങ മുറിച്ചു, നാരങ്ങ പിഴിഞ്ഞു, പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. പക്ഷേ നമ്മൾ ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണ്? നാരങ്ങ ഇന്നാളെടുത്ത് കത്തി കൊണ്ട് മുറിച്ച് അത് 2 പീസാക്കി
അപ്പോൾ എന്താകും? മനസ്സിൽ വരുന്ന ഓരോ സങ്കല്പവും ബുദ്ധി അതിൻ്റെ ചിത്രങ്ങൾ നിർമ്മിക്കുകയാണ്. ഇതാണ് മെഡിറ്റേഷനിൽ ചെയ്യണം. നാരങ്ങ മുറിക്കണ ചിത്രം ബുദ്ധിയിൽ പതിയാണ്. എന്നിട്ട് അതിന്ന് പിഴിയാണ് ഞാൻ ജ്യൂസ് വരുന്നത്. ആ ജ്യൂസ് വരുന്നത് കാണുമ്പോൾ, മനസ്സിൽ കാണുമ്പോൾ തന്നെ എന്താവും? ഇപ്പം തന്നെ നിങ്ങളുടെ വായിൽ വന്നിട്ടുണ്ടാവില്ലേ? അല്ലേ? പുളിപ്പ് ഫീൽ ചെയ്യാൻ തുടങ്ങിയില്ലേ നാരങ്ങയുടെ? ഇല്ല. എന്താ കാര്യം? മനസ്സിൽ സങ്കല്പത്തിനോടൊപ്പം ബുദ്ധി അതിൻ്റെ ചിത്രം നിർമ്മിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ വായിൽ വെള്ളം വരും, ആ പുളിപ്പ് ഫീൽ ചെയ്യും. അല്ലേ? ഇതേപോലെയാണ് നമുക്ക് മനസ്സും ബുദ്ധിയും സംസ്കാരവും ഉപയോഗിച്ച് നമ്മുടെ ഉള്ളിൽ ശ്രേഷ്ഠ സങ്കല്പങ്ങൾ മനസ്സ് രചിക്കുക. ബുദ്ധി അതിനെ സപ്പോർട്ട് ചെയ്യും, ബുദ്ധി അതിൻ്റെ ചിത്രം നിർമ്മിക്കും. അപ്പോൾ നമുക്ക് മനസ്സിന് നല്ല ഫീലിംഗ് ഉണ്ടാകും. ഇന്ന് നല്ല ഫീലിംഗ് കിട്ടി, അതിൻ്റെ സംസ്കാരം പോയി, ഇംപ്രഷൻ പതിഞ്ഞു. നാളെ വീണ്ടും ശാന്തിയുടെ അനുഭവം കിട്ടി, പ്രാക്ടീസ് ചെയ്തു. അടുത്ത ദിവസം 3-ാമത്തെ ദിവസവും കിട്ടി, 4-ാമത്തെ ദിവസവും കിട്ടി, 5-ാമത്തെ ദിവസവും കിട്ടി. ഇന്നലെ സിസ്റ്റർ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു ദിവസം ഓരോ മണിക്കൂറിൽ 1 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോഴൊക്കെ ശ്രേഷ്ഠ അനുഭവങ്ങളുടെ ഇംപ്രിൻ്റ് പതിയും. രാവിലെ നേരത്തെ എഴുന്നേറ്റ് ചെയ്യാം, സന്ധ്യാസമയത്ത് വീണ്ടും ചെയ്തു. അപ്പോൾ ഒരു ദിവസം പലതവണ ചെയ്യുമ്പോൾ തന്നെ എന്താവും? അല്ലേ? ശാന്തിയുടെ തന്നെ പ്രാക്ടീസ് ഞാൻ ചെയ്യുമ്പോൾ ശാന്തിയിൽ നിന്ന് കിട്ടുന്ന സുഖം, ശാന്തിയിൽ നിന്ന് കിട്ടുന്ന ശക്തി എൻ്റെ ദേഷ്യത്തെ ഓട്ടോമാറ്റിക്കലി മാറ്റും. ഇതാണ് ദിവ്യാസ്ത്രം ഉപയോഗിച്ച് എന്ത് ചെയ്യാം? നമ്മുടെ ഏത് മോശ സ്വഭാവത്തെയും മാറ്റിയെടുക്കാം. ദേഷ്യമാണ് മാറ്റിയതിൻ്റെങ്കിൽ ശാന്തിയുടെ പ്രാക്ടീസ് ചെയ്യാം. വെറുപ്പിൻ്റെ സ്വഭാവമാണെങ്കിൽ സ്നേഹത്തിൻ്റെ പ്രാക്ടീസ് ചെയ്യാം. അഹങ്കാരമാണെങ്കിൽ വിനയത്തിൻ്റെ അഭ്യാസം ചെയ്യാം. അസത്യത്തിൻ്റെ ശീലമാണെങ്കിൽ സത്യത്തിൻ്റെ പ്രാക്ടീസ്, ശുദ്ധിയുടെ പ്രാക്ടീസ് ചെയ്യാം. ദുഃഖത്തിൻ്റെ ഫീലിംഗ് ജാസ്തിയാണെങ്കിൽ സുഖത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ശക്തിഹീനത ഫീൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ ശക്തി സ്വരൂപമാണെന്ന അഭ്യാസം നമുക്ക് ചെയ്യാം. ഇപ്രകാരം മനസ്സും ബുദ്ധിയും സംസ്കാരവും ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ആത്മാവാകുന്ന ഈ രാജാവിനെ നമുക്ക് ശരിക്കും ദശരഥനാക്കി തന്നെ മാറ്റാം. 3 റാണിമാരും നമ്മളെ പൂർണ്ണമായിട്ടും സഹായികളായിട്ട് മാറും. മനസ്സ് നല്ല സങ്കല്പങ്ങൾ രചിക്കും, ബുദ്ധി നല്ല തീരുമാനം എടുക്കും, നല്ല തീരുമാനങ്ങളിലൂടെ നല്ല കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ പോയി അല്ല ഈ ബാങ്കിൽ ഡെപ്പോസിറ്റ് നല്ല സംസ്കാരത്തിൻ്റെ നിർമ്മാണം ഉണ്ടാവും. അതുകൊണ്ട് ഇന്ന് ഗ്രഹപാഠം അവരവർ നോട്ട് ചെയ്യാം. എനിക്ക് എൻ്റെ ഉള്ളിൽ ഏത് ശീലത്തെ മാറ്റിയെടുക്കണം. 2 ഹോംവർക്ക് നമുക്കിന്ന് ചെയ്യാം. ഒന്ന്, മെഡിറ്റേഷൻ്റെ ഏത് ഗുണത്തിൻ്റെ പ്രാക്ടീസാണ് എനിക്ക് വേണ്ടത്, അതും ചെയ്യൂ. ആ ഗുണത്തിൻ്റെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ അവഗുണങ്ങൾ, ദുർബലതകൾ ഓരോന്ന് മാറ്റാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. 7 ഗുണങ്ങളുടെ പ്രാക്ടീസ് ചെയ്താൽ തന്നെ എന്താകും? നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ കെട്ടതുണ്ടോ മാറും. നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ശുദ്ധജലം വന്ന് പാത്രത്തിൽ വീഴുമ്പോൾ, ഒരു പാത്രത്തിൽ അശുദ്ധജലം ഉണ്ടെന്നിരിക്കട്ടെ, ശുദ്ധജലം വീണു ഒരു ദിവസം എന്താവും? ഈ അശുദ്ധജലത്തിലെ പാത്രത്തിലുള്ള എല്ലാ അശുദ്ധ വെള്ളവും പൊയ്ക്കോളും. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഓരോ സ്വഭാവം മാറ്റാൻ വേണ്ടി പ്രത്യേകിച്ച് നമുക്ക് ഓരോന്ന് ചെയ്യണമെന്ന് പോലും ഇല്ല. ഒരു പ്രാക്ടീസ് തന്നെ, ഒരു ഗുണം ഇന്ന് നമുക്ക് എല്ലാവർക്കും ബേസിക്കലി ആത്മാവിൻ്റെ ഗുണം ശാന്തിയാണ്. ശാന്തിയുടെ പ്രാക്ടീസ് തന്നെ നിങ്ങൾ ചെയ്തു നോക്കും, നല്ല മാറ്റം വരും. അല്ലെങ്കിൽ നാളെ ബുധനാഴ്ചയാണ്, ഇന്നലത്തെ ലിസ്റ്റിലുണ്ടല്ലോ, ബുധനാഴ്ചയുടെ പ്രത്യേകത എന്താ? ശക്തിയുടെ ദിനമാണ്. ഇന്ന് നിങ്ങൾ ഈ ഒരു അഭ്യാസം നമുക്ക് എല്ലാവർക്കും ഇപ്പം മെഡിറ്റേഷനിൽ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ പേഴ്സണലി ഡയറിയിൽ നോട്ട് ചെയ്യും, എനിക്ക് എൻ്റെ ഏത് ശീലത്തിൽ, സ്വഭാവത്തിൽ, സംസ്കാരത്തിൽ പരിവർത്തനം കൊണ്ടുവരണം. അതിനനുസരിച്ചുള്ള ദിവ്യാസ്ത്രത്തിൻ്റെ പ്രാക്ടീസ് വ്യക്തിപരമായി ചെയ്യും. ഇപ്പം നമുക്ക് ഗ്രൂപ്പായിട്ട് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരഭ്യാസം ചെയ്യാം ശക്തിയുടെ.